ഭാരതഭൂമിയിലൂടെയുള്ള ഒരു പരിക്രമണമാണ് യഥാർത്ഥത്തിൽ പുരാണങ്ങളിലൂടെയുള്ള സഞ്ചാരം. നാം അധിവസിക്കുന്ന ഈ പുണ്യഭൂമിയുടെ മഹത്വം ആർഷമായിരിക്കുന്ന ധർമ്മത്തിന്റെ തേജോമയമായിരിക്കുന്ന മാർഗങ്ങൾ, അതിപുരാതനമായിരിക്കുന്ന ഋഷ്യാശ്രമങ്ങളിലൂടെയും ഭാരതത്തിലെ പുരാണ പുരുഷന്മാരായിരിക്കുന്ന അനവധി രാജാക്കന്മാരുടെ പുണ്യനഗരങ്ങളിലൂടെയും ഒക്കെ പല കാലങ്ങളിലൂടെ പരകായ പ്രവേശം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവുകയാണ് പുരാണ കഥകൾ. കഥ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പരകായ പ്രവേശം ചെയ്യുന്നത് ആ കഥയിൽ ഈശ്വരന്മാരെ ഉപാസിച്ച ഭക്തഹൃദയങ്ങളിലേക്കാണ്. ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ഈശ്വരന്മാരാവുകയല്ല, ആ ഈശ്വരന്മാരെ സേവിച്ച ഭക്ത സുമനസ്സുകളാവുകയും കഥ അവസാനിക്കുമ്പോൾ ഭക്തനും ഈശ്വരനും ഒന്നാണ് എന്ന ഏകബോധത്തിലേക്ക്, സ്നേഹബോധത്തിലേക്ക് അരിഞ്ഞു ചേരുകയും ചെയ്യും. പുരാണ കഥകളുടെ കാലം ഏത് സമയത്താണോ ആ കഥ കേൾക്കുന്നത്, ആ ശ്രവണത്തിലേക്ക് കാലത്തെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. പുരാണം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. പുര അഭിനവം, പഴയതെങ്കിലും പുതിയത് എന്ന് വെച്ചാൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും രാമന്റെ കഥ കേൾക്കുമ്പോൾ ത്രേതായുഗത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേരും. കൃഷ്ണകഥ കേൾക്കുമ്പോൾ നമ്മൾ ദ്വാപരയുഗത്തിലാണ്. ഋഷീശ്വരന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ കൃതയുഗത്തിലേക്ക് എത്തിച്ചേർന്ന് ആ പ്രകൃതിയുടെ ഭാഗമായി പരിണമിക്കും. ഇങ്ങനെയൊരു താതാത്മ്യ ഭാവത്തിലൂടെ കാലത്തിൽ നിന്ന് കാലങ്ങളിലേക്കും ലോകത്തിൽ നിന്ന് ലോകങ്ങളിലേക്കും ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കും സഞ്ചരിക്കുന്ന ഒരു അനുഭൂതിയാണ് പുരാണ കഥാശ്രവണം. അയ്യായിരത്തി 126 കലിവർഷങ്ങൾ ആയി കഴിഞ്ഞു. അതാരംഭിച്ച ആ കാലത്തിലേക്ക്, ആ ബിന്ദുവിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ദേഹോത്സർഗം എന്ന് പേരുള്ളതായ ഒരു പുണ്യതീർത്ഥത്തിന്റെ തീരത്തേക്കാണ് നമ്മളെ കഥ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ദേഹോത്സർഗം എന്ന തീർത്ഥം പ്രഭാസത്തിലാണ്. പ്രഭാസമോ ദ്വാരക എന്ന പുണ്യനഗരിയുടെ അരികത്താണ്. ഇന്നത്തെ ഭാരതത്തിന്റെ ഗുജറാത്ത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജരൻ എന്ന ഒരു കാട്ടാളന്റെ കൂരമ്പ് തന്റെ വലതുകാലിലെ പെരുവിരലിലേക്ക് ഏറ്റുവാങ്ങി അതിനെ കാരണമാക്കിക്കൊണ്ട് ദേഹം പരിത്യജിച്ച സ്ഥലമാണ് ദേഹോത്സർഗം എന്നതായി പുണ്യതീർത്ഥം. സ്കന്ദപുരാണത്തിൽ അനവധി തീർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രഭാസ തീർത്ഥം, അതിന്റെ മാഹാത്മ്യം അത് പറഞ്ഞുകൊണ്ടാണ് പുരാണം അവസാനിക്കുന്നത്. ഏത് പുരാണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പുണ്യതീർത്ഥങ്ങളുടെ നാമങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. കൈലാസം കഴിഞ്ഞാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം, ഭഗവാൻ വസിക്കുന്ന ഇടം,
വരണ എന്നും അസി എന്നും പേരുള്ള 2 നദികൾ ഒഴുകിച്ചേരുന്ന ഇടമാണ്. അതാണ് വാരാണസി. സ്ഥലനാമം ഓർക്കുമ്പോഴേക്കും 2 നദികളുടെ പേര് കൂടി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. അതാണ് കാശി. വരണയും അസിയും ഒഴുകിച്ചേർന്ന പുണ്യതീർത്ഥമായി മാറിയതായ ആ വാരാണസിയിൽ സാക്ഷാൽ ഭഗവാൻ വിശ്വനാഥൻ പാർവതീദേവിയോടൊപ്പം വസിക്കുന്നു. കാശി തീർത്ഥത്തിന്റെ മഹത്വം പറയാതെ ഒരു പുരാണവും കടന്നുപോയിട്ടില്ല. ദ്വാരകയെ കുറിച്ച് പറയാതെ പുരാണ കഥകൾ മുന്നോട്ട് പോകുന്നേയില്ല. അയോധ്യ, ഭഗവാൻ ജനിച്ച മഥുരാപുരി, എപ്പോഴാണ് ദേവോത്സർഗത്തിൽ ഭഗവാന്റെ ആ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ച പീതാംബരപ്പട്ടുടുത്ത് പൊന്നോടക്കുഴൽ കയ്യിലേന്തി മയിൽപീലി ചൂടിക്കൊണ്ട് ഗോകുലത്തിലും വൃന്ദാവനത്തിലും ഒക്കെ ഓടിക്കളിച്ച് ഗോപഗോപന്മാരെയും സകല ഭക്തന്മാരെയും നിത്യന്മാരെയും ഇഷ്ടന്മാരെയും എല്ലാം ആനന്ദിപ്പിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദേഹം പരിത്യജിച്ച ആ കലി ആരംഭം തൊട്ട് മഥുരാപുരിയിൽ രാജാവായത് വജ്രനാഭനാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലം യാദവ കുലം. നാം നേരത്തെ പറഞ്ഞതായി പ്രഭാസതീർത്ഥത്തിന്റെ തീരത്ത് വെച്ച് പരസ്പരം കലഹിച്ച് സ്വയം നശിച്ചുപോയി എന്ന വാർത്ത ഹസ്തിനപുര ഇന്ദ്രപ്രസ്ഥ ചക്രവർത്തിയായിരിക്കുന്ന യുധിഷ്ഠിരന്റെ അരികത്ത് വന്ന് പറയുന്നത് അർജുനനാണ്. ഗാന്ധീവമെടുത്തുയർത്താൻ പോലും ശക്തിയില്ലാതെ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിപ്പോയ മുഖവുമായി വന്നു ചേരുന്ന അർജുനനെ മാറോട് ചേർത്ത് യുധിഷ്ഠിരൻ ചോദിക്കുന്നു, എന്താണ് അർജുന? അർജുനന് കുറെ കാലം ദ്വാരകയിലായിരുന്നു. ദ്വാരകയിൽ നിന്ന് ഇങ്ങനെ ഒരു ഭാവത്തിൽ മടങ്ങി വരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്താ നിനക്ക് പറ്റിയത്? നിനക്ക് ആരോടെങ്കിലും വാക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കാൻ പറ്റാതായി പോയോ? യദുക്കൾ നിന്നെ ഏതെങ്കിലും തരത്തിൽ പരിത്യജിച്ചോ? എന്താണ് ഉണ്ടായത്? അർജുനൻ പറയുന്നു, വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ. നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷാൽ ശ്രീഹരിയാൽ നമ്മൾ വഞ്ചിതരായിരിക്കുന്നു. എങ്ങനെ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമുക്കിടയിൽ ബന്ധുവായും സുഹൃത്തായും ഒക്കെ ചെയ്ത എല്ലാം തന്നെ വെറും മായാ നാടകമായിരുന്നു. അത് സാക്ഷാൽ പൂർണ്ണ ബ്രഹ്മം തന്നെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഭഗവാൻ മായയാൽ നമ്മളെ മോഹിപ്പിച്ചു. ഇപ്പതാ ഭഗവാൻ നമ്മളെയൊക്കെ വിട്ടുപോയിരിക്കുന്നു. ഏതൊരു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും ഇച്ഛ കൊണ്ടുമാണോ കുട്ടിക്കാലത്ത് തന്നെ കാട്ടിലരഞ്ഞ് പിന്നെ ഹസ്തിനപുരത്തിലെത്തിയപ്പോൾ ഹസ്തിനപുരത്തിലെ ദുര്യോധനാദികളാകുന്നതായ ദുഷിച്ച ബുദ്ധി ഉള്ള ആളുകളാൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള നരകയാതനകൾ അനുഭവിച്ചു. ആ നരകയാതനകളിൽ നിന്നെല്ലാം നമ്മളെ അനുനിമിഷം പരിരക്ഷിച്ചു കൊണ്ടിരുന്നത് ഏതൊരു ഈശ്വരന്റെ ഇച്ഛയാണോ ആ ഭഗവാൻ ഇപ്പൊ നമ്മളെ വിട്ടുപോയി. അരക്കില്ലത്തിൽ വെച്ച് വെന്ത് മരിച്ചു പോകുമായിരുന്ന നമ്മളെ അവിടെ നിന്ന് വിതുരന്റെ ഉപദേശത്താൽ പരിരക്ഷിച്ചതും ആ ഭഗവാൻ തന്നെയാണ്. പിന്നീട് ബ്രാഹ്മണ രൂപത്തിൽ കാട്ടിലൊക്കെ അലഞ്ഞു നടക്കുന്ന സമയത്ത് പാഞ്ചാലദേശത്ത് എത്തിക്കുകയും അവിടെ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് മറ്റാർക്കും സാധിക്കാത്ത തരത്തിൽ വില്ലെടുത്ത് ലക്ഷ്യം കൊള്ളിച്ച് ആ ദ്രൗപദിയെ പരിണയിക്കാൻ സാധിച്ചത് ഏതൊരു ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണോ ആ ഭഗവാൻ നമ്മളെ വിട്ടുപോയി.
ഘോരമായിരിക്കുന്ന വിദ്വേഷം ഉള്ളിൽ വെച്ച് ഒന്നുകിൽ യുദ്ധം അല്ലെങ്കിൽ ചൂത് കളിക്കുക എന്നൊരു അവസ്ഥ വന്നപ്പോൾ നിവൃത്തിയില്ലാതെ ചൂത് കളിച്ച് എല്ലാം പണയപ്പെടുത്തി കൊട്ടാരം വിട്ടിറങ്ങി കാട്ടിലൂടെ അറിയുന്ന സമയത്ത് അനുനിമിഷം എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിച്ചത് ഏത് ഭഗവാനാണ്? ആ ഭഗവാൻ നമ്മളെ വിട്ടുപോയി. വിരാട നഗരത്തിൽ ഒളിച്ചു കഴിയുന്ന സമയത്ത് വന്നു ചേർന്നതായ ആപത്തുകളെ മുഴുവൻ ആ ഭഗവാന്റെ ഇംഗിതം കൊണ്ടാണ് നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചത്. പിന്നീട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ദൂതനായി പോയ ഭഗവാൻ അതിനും കൂട്ടാക്കാതെ വന്നു ഈ ശത്രുക്കൾ എന്ന് കണ്ടപ്പോൾ യുദ്ധമല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ലെന്ന് ഓർമ്മിപ്പിച്ച് ആ ഭീഷ്മദ്രോണാദികളാകുന്നതായ തിമിംഗലങ്ങളും നക്രങ്ങളും നിറഞ്ഞ ഘോരമായിരിക്കുന്ന മഹാഭാരത യുദ്ധമെന്ന മഹാസാഗരത്തെ ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിച്ചാല് പോലെ നമ്മളെ കൊണ്ട് തരണം ചെയ്യിപ്പിച്ചത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവാൻ ഇപ്പൊ നമ്മളെ വിട്ടുപോയിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ട് പിന്നെ യുധിഷ്ഠിരനൊന്നും മിണ്ടിയില്ല. യഥാകാലം എത്തിയപ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ ഇനി ഈ രാജ്യം ഭരിക്കേണ്ടത് അഭിമന്യുവിന്റെ പുത്രനായിരിക്കുന്ന പരീക്ഷിത്തനാണ് എന്ന് വേണ്ടവർക്ക് നിർദ്ദേശം നൽകി ഒറ്റ വസ്ത്രം എടുത്തുകൊണ്ട് യുധിഷ്ഠിരൻ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയപ്പോൾ പിന്നാലെ ഭീമനും അർജുനനും നകുലനും സഹദേവനും ഭർത്താക്കന്മാരെ ദ്രൗപദിയും പിന്തുടർന്നു. മഹാപ്രസ്ഥാനം. അങ്ങനെ പാണ്ഡവർ മഹാപ്രസ്ഥാനം ചെയ്തപ്പോൾ പിന്നീട് ഹസ്തിനപുരത്തെ ഭരിച്ചത് പരീക്ഷിത്താണ്. ഇവിടെയാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ആ പരീക്ഷത്തിന്റെ ജനനം, പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം, സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം, സ്വകുല സംഹാരം. അത് പറയാൻ വേണ്ടി അതിനു മുമ്പ് മഹാഭാരത യുദ്ധത്തിന്റെ അവസാന രംഗം വർണ്ണിച്ചു. പരീക്ഷിത്ത് എന്ന ഭാഗവത ശ്രോതാവ് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവരാണ്, അതിനാൽ വിഷ്ണുരാമൻ എന്ന പേര് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാത്മ്യ കഥയും പറഞ്ഞു തന്നു നമുക്ക് ഭാഗവതം. അശ്വത്ഥാമാവിന്റെ ഉഗ്രമായിരിക്കുന്ന ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗർഭിണിയായിരിക്കുന്ന അഭിമന്യുവിന്റെ ധർമ്മപത്നിയായിരിക്കുന്ന ഉത്തരയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് സൂക്ഷ്മരൂപിയായി കടന്നു ചെന്ന ഗർഭസ്ഥ ശിശുവിനെ പരിരക്ഷിച്ച് ആ വംശത്തെ നിലനിർത്തിയതും ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ കുന്തിയിലേക്ക് സ്തുതിച്ചതും യുദ്ധം കഴിഞ്ഞ് രാജ്യം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ സന്യാസത്തിന് പുറപ്പെട്ട ധർമ്മപുത്രരെ ഭീഷ്മരുടെ അരികത്ത് കൊണ്ടുവന്ന് ശരശയിൽ കിടക്കുന്ന ഭീഷ്മരെ കൊണ്ട് ധർമ്മോപദേശം ചെയ്യിപ്പിച്ചതും ആ ഭീഷ്മർ ഭഗവാനെ കണ്ടുകൊണ്ട് ഇതിമതിരുപകൽപിതാ കൃഷ്ണ എന്നിങ്ങനെ സ്തുതിച്ച് ദേഹം വെടിഞ്ഞതുമായ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അർജുനന്റെ വരവും പാണ്ഡവരുടെ മഹാപ്രസ്ഥാനവും ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചത്. അതിന്റെ തുടർന്ന കഥ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് പരീക്ഷിത്ത് രാജാവായിരിക്കുമ്പോൾ കലിയെ നിഗ്രഹിച്ചു എന്നാണ്. ഗുരുജാങ്കരാജദേശങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉഗ്രരൂപമായിരിക്കുന്ന കലി എവിടെയും ഭഗവദ്ധ്യാനാദികളോ യജ്ഞാദികളോ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ കലി ബാധിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ആ കലിയെ നിഗ്രഹിക്കാൻ ഒരുങ്ങുന്ന പരീക്ഷത്തിനെ നമ്മൾ അവിടെ കാണുന്നു. പരീക്ഷിത്ത് കലിയെ നിഗ്രഹിക്കുന്നു. കലിക്കിരിക്കാൻ 4 ഇടങ്ങൾ കൊടുക്കുന്നു. ദ്യൂതം, പാനം, സ്ത്രീയസൂന. മദ്യപാനം, സമ്പത്ത് വ്യവഹരിച്ചുകൊണ്ടുള്ളതായ മത്സരങ്ങൾ, ചൂതുകളി, നായാട്ട്, വേശ്യാസംഗത സ്ഥാനങ്ങൾ. പോരാത്തതിന് സ്വർണം എന്ന സ്ഥാനം കൂടി കൊടുത്തു.
സ്വർണം സമ്പത്തിന് പകരം വ്യവഹരിക്കുന്ന ഇടവും കലിയുടെ ഇടമാവട്ടെ. പരീക്ഷത്തിനെ പേടിച്ച് കലി മാറി നിന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ കലി പിന്നീട് പരീക്ഷത്തിനെ തന്നെ ബാധിച്ചു. നായാട്ടിന് പോയ സമയത്ത് വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞതായ പരീക്ഷിത്ത് കാട്ടിലെത്തിയപ്പോൾ ഒരു മഹർഷിയുടെ മുമ്പിലെത്തിയ ആ മഹർഷിയോട് വെള്ളം ചോദിച്ചു, കൊടുത്തില്ല. പരീക്ഷത്തിന് ദേഷ്യം വന്നു. തന്റെ കയ്യിലെ വില്ലിന്റെ അറ്റം കൊണ്ട് ഒരു പാമ്പിന്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ചത്ത പാമ്പിന്റെ ശരീരം. അത് കോരിയെടുത്ത് ആ മഹർഷിയുടെ കഴുത്തിലിട്ട് അവിടെ നിന്ന് പോയി. മഹർഷിയുടെ മകൻ ശൃംഗീകുമാരൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ നോക്കിയപ്പോൾ അച്ഛന്റെ കഴുത്തിൽ പാമ്പിനെ കണ്ട് അവന് ദേഷ്യം വന്നു. ത്രികാലജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയത് പരീക്ഷിത്ത് ചെയ്തതാണെന്ന് അവൻ ഉഗ്രമായി കൃതമാല നദിയിലിറങ്ങി ജലം കയ്യിലെടുത്ത് ശപിച്ചു പരീക്ഷത്തിനെ. അച്ഛന്റെ കഴുത്തിൽ ഈ പാമ്പിനെ ഇട്ടവനായ ഹേ രാജാവേ, ധർമ്മം കാക്കേണ്ടവരാണ് രാജാക്കന്മാർ. ധർമ്മത്തെ കാക്കേണ്ടവർ തന്നെ ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഭാണ്ഡത്തിന് കാവൽ നിൽക്കുന്ന നായ തന്നെ ഭാണ്ഡം മോഷ്ടിക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ട് പരീക്ഷത്തിനെ ശപിച്ചു. എനിക്ക് വേണ്ടി നിന്നെ 7-ാം ദിവസം തക്ഷകൻ ദർശിക്കട്ടെ എന്നായിരുന്നു ശാപം. ശാപവാർത്ത അറിഞ്ഞ പരീക്ഷിത്ത് താൻ ഇത്രയും കാലം കൊണ്ട് നേടിയ അറിവുകളൊന്നും തനിക്ക് ആത്യന്തികമായ ശ്രേയസ്സിനായില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ഇനി തനിക്ക് ആത്യന്തികമായ ശ്രേയസ് നേടാൻ ആകെ കൂടി ജീവിതത്തിൽ ഉള്ളത് 7 ദിവസം മാത്രമാണ് എന്ന് മനസ്സിലാക്കി ഒറ്റ നിമിഷം കൊണ്ട് താൻ നേടിയതെല്ലാം പരിത്യജിച്ച് തന്റേതെന്ന് അഭിമാനിച്ചതെല്ലാം ഉപേക്ഷിച്ച് സർവസംഗ പരിത്യാഗ ബോധത്തോടുകൂടി വിഷ്ണുപതിയുടെ തീരത്ത്, വിഷ്ണുപതി വിഷ്ണുവിന്റെ പാദത്തിലൂടെ ഊർന്നൊഴുകിയ ഗംഗാനദിയുടെ തീരത്ത് അഭയം പ്രാപിച്ചു. ഒരു നിമിഷം കൊണ്ട് സർവ്വതും പരിത്യജിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം രാജർഷി തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് സകല താപസ യോഗി അവധൂത വൃന്ദങ്ങളും പരീക്ഷത്തിന്റെ ആ പ്രായോപവേശ സ്ഥാനത്തേക്ക് വന്നു ചേർന്നു. ഈ പറഞ്ഞവരൊന്നും സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്നവരല്ല. ആ പരീക്ഷത്തിന്റെ അരിയിലേക്കതാ യംപ്രവ്രജന്തമനുപേതമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഭാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി എന്ന സ്തുതിയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയതായ ഉപനയനം പോലും കഴിക്കാതെ യാതൊരു തരത്തിലുള്ളതായ സംസ്കൃതികളെയും സ്വീകരിക്കാതെ അലഞ്ഞു നടന്ന പുത്രന്റെ പിന്നാലെ വ്യാസൻ പുത്ര 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 എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ ആ പ്രകൃതിയിലെ വൃക്ഷലതാദികളിൽ നിന്നും അതേ ശബ്ദം വ്യാസനെ സംബോധന ചെയ്യുന്നത് പോലെ പുത്ര എന്ന് പ്രതിധ്വനിച്ചു. അങ്ങനെയുള്ളതായ തം വ്യാസസൂനും വ്യാസപുത്രനായിരിക്കുന്ന ശ്രീശുകനെ മുനിം ആനതോസ്മി. എല്ലായിടത്തും നമസ്കരിക്കട്ടെ, എല്ലായിടത്തേക്കും നമസ്കരിക്കുക. അങ്ങനെയുള്ള ശ്രീശുകനാണ് പരീക്ഷത്തിന്റെ രംഗത്തേക്ക് വന്നത്. പരീക്ഷത്ത് ചോദിച്ചത് മരിക്കാൻ പോകുന്നവൻ എന്ത് കേൾക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, എന്തൊക്കെ പ്രവർത്തിക്കാതിരിക്കണം പറഞ്ഞു തരൂ എന്ന്. ചോദ്യത്തിൽ തന്നെ ഉണ്ട് എനിക്കിനി ആകെ 7 ദിവസമേ ഉള്ളൂ എന്ന്. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധം അവിടെയാണ് പൂർണ്ണമാവുന്നത്. 19 അധ്യായങ്ങൾ, 18,000 ശ്ലോകങ്ങളും 335 അധ്യായങ്ങളുമായ ശ്രീമദ് ഭാഗവതം കഥ പറയുന്ന ശ്രീശുകനെയും കഥ കേൾക്കാൻ പോകുന്ന പരീക്ഷത്തിനെയും കഥയുടെ മഹത്വത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് 1-ാമത്തെ സ്കന്ധം പൂർണ്ണമാവുന്നത്. അവിടെ പരീക്ഷത്തിന്റെ ഒരു ചോദ്യമാണ് അടയടിക്കുന്നത്. മരിക്കാൻ പോകുന്നവർ എന്ത് ചിന്തിക്കണം, എന്ത് കേൾക്കണം, എന്ത് പ്രവർത്തിക്കണം, എന്തിൽ നിന്നൊക്കെ നിവർത്തിക്കണം. അതിന്റെ ഉത്തരം അപ്പോൾ ആര് കേൾക്കേണ്ടതാണ്? ആര് കേൾക്കേണ്ടത്? മരിക്കാൻ പോകുന്നവർ കേൾക്കേണ്ടതാണ്. മരിക്കാത്ത ആരെങ്കിലും കേൾക്കും? പരീക്ഷത്തിനെ സംബന്ധിച്ച് 7-ാം ദിവസം മരിക്കും എന്നൊരു അറിവുണ്ടായിരുന്നു അല്ലേ? നമുക്കോ 7 തന്നെ ഉണ്ടോ എന്നൊരു ഉറപ്പൊന്നുമില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാരണവുമില്ല.
പിന്നെ ഡോക്ടർമാരിങ്ങനെ ഓരോ കാരണമൊക്കെ പറയും, കാർഡിയാക് അറസ്റ്റ് എന്നൊക്കെ പറയുന്നു. മാത്രം ഏത് മരണവും കാർഡിയാക് അറസ്റ്റ് തന്നെയാണ് അല്ലേ? ഹൃദയം നിൽക്കാൻ വല്ല കാരണമുണ്ടോ? ഹൃദയം സ്പന്ദിക്കാൻ വല്ല കാരണം ഉണ്ടായിട്ടോ? മരിക്കാൻ പോകുന്നവർ എന്ത് കേൾക്കണം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെയൊക്കെ ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ എന്ത് കേൾക്കണം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ സ്കന്ധത്തിൽ പറയാൻ പോകുന്നതായ കഥയെ 10 ലക്ഷണങ്ങളുള്ള തൻ്റെ അച്ഛൻ തന്നെ ലോകത്തിന് പകർന്നു കൊടുത്ത ഭാഗവതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ ഭാഗവതം സ്വാംശീകരിച്ചവരായിരിക്കുന്ന സജ്ജനങ്ങളെ അവരുടെ മഹത്വം എന്താണ് എന്നൊക്കെ വേണ്ടതുപോലെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ പരീക്ഷിത്ത് ആകെ ഒറ്റ ആഗ്രഹമേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ ആ ആഗ്രഹം വ്യക്തമായിട്ട് പറയുന്നു. എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താ അത്? കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ഥിക്ഷേ കലയവരം. ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സ് ചേർത്ത് വെച്ച് എനിക്ക് ശരീരം ഉപേക്ഷിക്കണം എന്നാണ് പരീക്ഷിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുതകുന്ന വിധത്തിൽ ശ്രീശുകൻ ഈ കഥകളെ മുഴുവനും അങ്ങനെ പറയുകയാണ്. രണ്ടാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ ചതുശ്ലോകി ഭാഗവതമായി വിവരിച്ച് ബ്രഹ്മാവിന് മഹാവിഷ്ണു ഉപദേശിച്ചു കൊടുത്ത 4 ശ്ലോകങ്ങൾ. അഹമേവാസമേവാഗ്രേ, ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മുമ്പ്, ഇപ്പോഴും ഞാനേ ഉള്ളൂ, ഇത് കഴിഞ്ഞാലും ഞാനേ ഉള്ളൂ. പ്രപഞ്ചത്തിന് മുമ്പും ഞാൻ തന്നെ, പ്രപഞ്ചമായിരിക്കുന്നതും ഞാൻ തന്നെ, പ്രപഞ്ചത്തിന് ശേഷവും ഞാൻ തന്നെ എന്നുള്ളതായ ആ തത്വത്തെ ഉള്ളിൽ ചേർത്ത് വെച്ചുകൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ എന്ന്, സൃഷ്ടി കർമ്മത്തെ ചെയ്യൂ എന്ന് ബ്രഹ്മാവിന് ഉപദേശം കൊടുത്ത ചതുശ്ലോകി ഭാഗവതം ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു, നാരദ മഹർഷി വേദവ്യാസന് ഉപദേശിച്ചു, വേദവ്യാസൻ അത് തന്റെ ശിഷ്യ പരമ്പരകളിലേക്ക് പകർന്നു കൊടുത്തു. അത് നൈമിശാരണ്യത്തിൽ വെച്ച് സൂതശൗനക സംവാദ രൂപത്തിൽ ഉണർന്നൊഴുകി. അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, വംശാനുചരിതം, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണങ്ങളോടുകൂടിയതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞ് 3ാമത്തെ സ്കന്ധത്തിൽ സർഗം വിതുരമൈത്രേയ സംവാദ രൂപത്തിൽ വിശദീകരിച്ച് 4ാമത്തെ സ്കന്ധത്തിൽ വിസർഗം ദക്ഷയാഗം മുതലുള്ള കഥകളിലൂടെ പ്രപഞ്ച വിസ്താരത്തെ കുറിച്ച് പറഞ്ഞ് 5ാമത്തെ സ്കന്ധത്തിൽ പ്രപഞ്ചമായി സ്വയം വിരാജിക്കുന്നത് ഭഗവാൻ തന്നെ എന്നുള്ളതായ ജംബുദ്വീപം, പ്രക്ഷദ്വീപം, ശാൽമരിദ്വീപം, ക്രൗഞ്ചദ്വീപം, കുശദ്വീപാദികളാകുന്ന ദ്വീപങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ച്, ജ്യോതിർഗോളങ്ങളെ കുറിച്ച് വിശദീകരിച്ച്, അതരവിതരതലാദരസാദരപാതാളാദി ലോകങ്ങളെ കുറിച്ച് പറഞ്ഞൊടുവിൽ ജീവന്മാർ എത്തിച്ചേരുന്നതായ കർമ്മഗതിക്കനുസരിച്ചുള്ള ലോകങ്ങളെ കുറിച്ച് പറഞ്ഞ് നരകങ്ങളെയും വർണ്ണിച്ച് 6ാമത്തെ സ്കന്ധത്തിൽ പോഷണം എന്ന ലീലയിലൂടെ പാപങ്ങൾ ചെയ്താലും ആ പാപത്തിൽ നിന്ന് ഭക്തി കൊണ്ട് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. ആ ഭക്തിയിലേക്കുള്ള മാർഗമാണ് ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെയുള്ളതായ 9 ഭാവങ്ങളെന്നും ആ ഭാവങ്ങളിലൂടെ ഭഗവാനിലേക്ക് മനസ്സ് ചേർന്നതായ ഭക്തന്മാരായിരിക്കുന്ന ദക്ഷന്റെയും ദക്ഷപുത്രന്മാരായ ഹര്യശ്വന്മാര്, ശബളാശ്വന്മാര് എന്നിവരുടെയും അജാമിളൻ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ഭഗവത് ഭക്തി ഉണർന്ന അജാമിളന്റെ കഥയും, വൃത്രാസുരന്റെ കഥ, വൃത്രാസുരന്റെ പൂർവജന്മമായ ചിത്രകേതുവിന്റെ കഥ, മരുത്തുക്കളുടെ ഉൽപ്പത്തി, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് 6ാമത്തെ സ്കന്ധം അവസാനിപ്പിച്ച് 7ാമത്തെ സ്കന്ധത്തിൽ ഭക്തി ഉള്ളിലുറച്ചാൽ ഭഗവാൻ തൂണ് പിളർന്നും വരും എന്നുള്ള തത്വത്തെ പ്രഹ്ലാദന്റെ കഥയിലൂടെ വ്യക്തമാക്കി ഊതി എന്ന ലക്ഷണത്തെ അവിടെ വിശദീകരിച്ച് 8ാമത്തെ സ്കന്ധത്തിൽ പാലാഴി മഥനം മുതലുള്ളതായ കൂർമാവതാരം, ധന്വന്തരി അവതാരം, മായാമോഹിനി അവതാരം, വാമനാവതാരം, മത്സ്യാവതാരം എന്നിങ്ങനെയുള്ള അവതാര കഥകളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് 9ാമത്തെ സ്കന്ധത്തിൽ സൂര്യചന്ദ്ര വംശങ്ങളെ കുറിച്ച് പറഞ്ഞ് സൂര്യവംശത്തിൽ ജനിച്ചതായ ശ്രീരാമന്റെ കഥ വളരെ മനോഹരമായി രാമായണം മുഴുവൻ കഥയും ചുരുക്കി പറഞ്ഞ്, പരശുരാമന്റെ കഥ പറഞ്ഞ്, പിന്നെ ചന്ദ്രവംശത്തിന്റെ കഥ ആരംഭിച്ചത് ശ്രീകൃഷ്ണാവതാരം വരെയുള്ള കഥ ചുരുക്കി പറഞ്ഞപ്പോൾ 10ാമത്തെ സ്കന്ധം മുതൽ അതിന് വിസ്തരിച്ച് കേൾക്കണം എന്ന പരീക്ഷത്തിന്റെ ചോദ്യത്തിനനുസരിച്ച് 10ാമത്തെ സ്കന്ധം ഭഗവാന്റെ ആ കഥകൾ കേട്ടുകഴിഞ്ഞാൽ യോഗീശ്വരന്മാർ എങ്ങനെയാണോ ഇന്ദ്രിയങ്ങളെ അടക്കി
ആത്മാവ് ഈശ്വരനിലേക്ക് ചേർത്ത് നിർത്തുന്നത്, അതേ അവസ്ഥയിൽ സാധാരണക്കാരായ നമുക്ക് കൃഷ്ണകഥ കേട്ടാൽ ആ യോഗീശ്വരന്മാർ അനുഭവിക്കുന്ന ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ തവത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മങ്കരശോഭികൗസ്തുഭം പീതാംബരം സന്ദ്രവയോധ സൗഭഗം എന്ന ആ ഭഗവാന്റെ ജനനം മുതലങ്ങളുടെ കഥയങ്ങൾ ആരംഭിച്ച് പൂർവാർദ്ധുത്തരാർത്ഥങ്ങളിലൂടെ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ളതായ കഥയെ സൂചിപ്പിച്ച് യദുകുലനാശം എന്നുള്ള കഥ പറഞ്ഞു നിർത്തി. പിന്നീട് 11ാമത്തെ സ്കന്ധത്തിൽ മുക്തി എന്നതായ അനുഭവത്തെ പകർന്നു തരുന്ന വിധത്തിൽ ഭഗവാൻ തൻ്റെ പ്രജകളെ മുഴുവൻ പ്രഭാസതീർത്ഥത്തിലേക്ക്, നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞ പ്രഭാസതീർത്ഥം, ദ്വാരകയിലെ പ്രഭാസതീർത്ഥത്തിലേക്ക് തൻ്റെ പ്രജകളെ മുഴുവൻ പറഞ്ഞയച്ച് ഭഗവാൻ അന്തഃപുരത്തിലേക്ക് പോകുന്ന നേരം ഉദ്ധവർ കൂടെ ചെന്ന് ഭഗവാനോട് പറഞ്ഞ് എന്നെ കൂടെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് ഇപ്പോഴൊന്നും സാധ്യമല്ല, കുറച്ചു കാലം കൊണ്ട് ഉദ്ധവർ ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവര് ചോദിക്കുകയാണ്, അങ്ങില്ലാതെ ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും? എല്ലാം പരിത്യജിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്, അത് എളുപ്പം പരിത്യജിക്കാവുന്ന വിധത്തിൽ അങ്ങ് എന്നെ ഉപദേശം തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൊടുത്ത ഉപദേശം ആത്മഗീത ഉദ്ധവോപദേശമായി വിശദീകരിച്ച് 11ാം സ്കന്ധത്തിന്റെ അവസാനത്തിൽ അതാ ഭഗവാൻ ജരനെന്ന വേടന്റെ കൂരമ്പേറ്റ് സ്വഭാവത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞ് കൃഷ്ണാവതാര കഥകൾ മുഴുവൻ അവസാനിപ്പിക്കും. പിന്നെ 12ാമത്തെ സ്കന്ധം ആശ്രയം എന്ന ലക്ഷണത്തോടു കൂടിയതാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണത്. സൂതനോട് ശൗനകാദൃശീശ്വരന്മാർ ചോദിക്കുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണല്ലോ അവതരിച്ചത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാ ആത്മാനം സൃജാമ്യഹം എന്നല്ലേ ഭഗവാൻ പറഞ്ഞത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ദ്വാപരയുഗത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ധർമ്മ സംസ്ഥാപന ലീലകളെല്ലാം ചെയ്തതിന് ശേഷം സ്വധാമത്തിലേക്ക് മടങ്ങിയപ്പോൾ പിന്നെ ഈ ഭൂമിയിലെ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത്? ധർമ്മക്കം ശരണം ഗത എന്നാണ് സൂതനോട് ഋഷീശ്വരന്മാർ ചോദിക്കുന്നത്. ധർമ്മം ആരെ ശരണം പ്രാപിച്ചു എന്ന കഥ ദ്വാപരയുഗം തൊട്ടേ ധർമ്മസ്വരൂപമായ കൃഷ്ണനെയാണ് എല്ലാവരും ആശ്രയിച്ചത്. ആ കൃഷ്ണൻ തന്നെയാണ് ധർമ്മം എന്ന കഥയാണ് നമ്മൾ ആദ്യം മുതലേ 1ാമത്തെ സ്കന്ധത്തിലെ കുന്തി സ്തുതിയിലൂടെ, ഉത്തരയുടെ സ്തുതിയിലൂടെ, ഭീഷ്മരുടെ സ്തുതിയിലൂടെ, 2ാമത്തെ സ്കന്ധത്തിലെ ശ്രീശുകന്റെ വിവരണങ്ങളിലൂടെ, 3ാമത്തെ സ്കന്ധത്തിലെ വിതുരൻ ഭഗവാനെ ആശ്രയിച്ചു, മൈത്രേയൻ ഭഗവാനെ ആശ്രയിച്ചു, ഉദ്ധവന് ഭഗവാനെ ആശ്രയിച്ചു. 4ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണുമ്പോൾ ധ്രുവൻ ഭഗവാനെ ആശ്രയിച്ചത്, പ്രാചീന ബർഹിസിന്റെ കഥ, പൃഥുചക്രവർത്തിയുടെ കഥ, ഇവരൊക്കെ ഭഗവാനെ ആശ്രയിച്ചാണ് ധർമ്മത്തെ വേണ്ടതുപോലെ പുനഃസ്ഥാപിച്ചത് എന്നുള്ളതായ തത്വങ്ങളെയൊക്കെ വിശദീകരിച്ച് 5ാമത്തെ സ്കന്ധത്തിൽ പ്രിയപ്രദൻ, ഭരതൻ മുതലായിരിക്കുന്ന രാജാക്കന്മാരുടെ ചരിത്രത്തിലും അവരെല്ലാം ആ ഭഗവതാശ്രിതരായി അവരുടെ കർമ്മങ്ങളെ നിവർത്തിച്ച് വേണ്ടതുപോലെ പൂർത്തീകരിച്ചു എന്നുള്ള തത്വങ്ങളെയൊക്കെ പറഞ്ഞ് പിന്നീട് ഭഗവത് ഭക്തന്മാരുടെ കഥകൾ പറഞ്ഞ്, പ്രഹ്ലാദന്റെ കഥകൾ പറഞ്ഞതാ ഇപ്പോൾ ഭഗവാന്റെ സ്വധാമ ഗമനവും പറഞ്ഞതിന് ശേഷം ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധം പറയുന്നു ധർമ്മക്കം ശരണം ഗത എന്ന് കാണിച്ചു തരാൻ മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ. മാർക്കണ്ഡേയ മഹർഷി കണ്ട പ്രളയത്തിന്റെ കഥ നമ്മളിവിടെ പറഞ്ഞതാണ്. മറ്റു പുരാണങ്ങളിലെ മനന സമയത്ത് ബ്രഹ്മപുരാണം, മാർക്കണ്ഡേയ പുരാണം മുതലായിരിക്കുന്ന പുരാണങ്ങൾ പറഞ്ഞപ്പോൾ പ്രളയസ്വരൂപമായി മാർക്കണ്ഡേയൻ കണ്ട മായയെയും അതിന്റെ മധ്യത്തിൽ കരാരവിന്ദേന പദാരവിന്ദം ഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ വക്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി ആദ്യം നിലയിൽ കിടക്കുന്ന ഭഗവാനെ കണ്ടതാണ്. അങ്ങനെ ധർമ്മം ഭഗവാനാണെന്നും ആ ഭഗവാനാകുന്ന ധർമ്മത്തെ ആശ്രയിച്ചാൽ കരിദോഷങ്ങളെല്ലാം നീങ്ങുമെന്നുമുള്ള സന്ദേശത്തോടു കൂടിയാണ് ശ്രീമദ് ഭാഗവതം അവസാനിക്കുന്നത്. പക്ഷെ ഭാഗവത കഥ ഞാനിപ്പോൾ പറയാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പരീക്ഷത്തിന്റെ കഥ പറഞ്ഞപ്പോൾ പരീക്ഷത്ത് കലിനിഗ്രഹത്തിന് വേണ്ടി ഭൂമിയിൽ ചുറ്റിയടിച്ച് നടക്കുന്ന സമയത്ത് കലിയെ കണ്ടു എന്ന് പറഞ്ഞു. കലിയെ കാണുന്ന രംഗം ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുമ്പോൾ ഈ പരീക്ഷത്ത് എവിടെ നിന്നാ വന്നേ എന്നുള്ളത് ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുകയില്ല. അത് കാണണമെങ്കിൽ നമ്മൾ ഈ സ്കന്ദപുരാണത്തിലേക്ക് നടക്കണം. സ്കന്ദപുരാണത്തിൽ ഭാഗവത മാഹാത്മ്യത്തിനായി 4 അധ്യായങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് വേദവ്യാസൻ. ഈ 4 അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത്
ഈ പറഞ്ഞതായ യുധിഷ്ഠിരാദികളുടെ മഹാപ്രസ്ഥാനത്തിന് ശേഷം ഹസ്തിനപുരത്തിൽ രാജാവായത് പരീക്ഷിത്താണെന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമ ഗമനത്തിന് ശേഷം മഥുരാപുരിയിൽ രാജാവായിരുന്നത് ഭഗവാന്റെ പുത്രനായിരിക്കുന്ന അനിരുദ്ധന്റെ പുത്രനായിരിക്കുന്ന വജ്രനാഭനാണ് എന്നും പറഞ്ഞുകൊണ്ടാണ്. അർജുനന്റെ പൗത്രനാണ് പരീക്ഷിത്ത്. ശ്രീകൃഷ്ണന്റെ പൗത്രനാണ് വജ്രനാഭൻ. വജ്രനാഭൻ മധുരാപുരിയിൽ രാജാവ്, പരീക്ഷിത്ത് ഹസ്തിനപുരത്തിൽ രാജാവ്. ഹസ്തിനപുരത്തിലെ രാജാവായിരിക്കുന്ന പരീക്ഷിത്ത് മധുരാപുരിയിലേക്ക് വരുന്നു എന്നറിഞ്ഞ് ആ പരീക്ഷത്തിനെ സ്വീകരിക്കാനായി വന്നു നിൽക്കുന്ന വജ്രനാഭന്റെ മനോഹരമായ ചിത്രത്തോടു കൂടിയാണ് ആ മഹാത്മ്യകഥ ആരംഭിക്കുന്നത്. പരീക്ഷത്തിനെ സ്വീകരിച്ചിരുത്തിയ ശേഷം വജ്രനാഭൻ പറയുന്നത്, അങ്ങ് കണ്ടില്ലേ, ഇത് മധുരാപുരിയാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെയുള്ള പ്രകൃതിയെപ്പോലും ആനന്ദിപ്പിച്ചുകൊണ്ട് ധീരകളാടിയതായ മനോഹരമായ ദേശം. ദ്വാരക പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞു. ഭഗവാൻ നിർമ്മിച്ച നഗരം, ഭഗവാൻ വസിച്ചതായ ഒരു അന്തഃപുരവും അതിന്റെ മുകുടത്തിലെ ഒരു ധ്വജവും മാത്രം ബാക്കിയാക്കി ബാക്കിയെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞു സമുദ്രം. ഇനി ഒന്നുമില്ല ദ്വാരക. അന്ന് ദ്വാരകാപുരിയിലെ ശേഷിക്കുന്ന അന്തഃപുര ജനങ്ങളെയും കൃഷ്ണപത്നിമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് ദാരുകനോട് ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച്, ദാരുകൻ വന്ന് പറഞ്ഞതിനനുസരിച്ച് അവിടെ താമസിച്ചിരുന്ന അർജുനൻ പുരുഷന്മാരൊക്കെ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയപ്പോൾ ദ്വാരകയിലെ സ്ത്രീകളെ ഒക്കെ കൊണ്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുവാൻ വേണ്ടി സമുദ്രത്തിലെ തോണി തുഴഞ്ഞ് കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭീരകന്മാർ എന്ന് പേരുള്ളതായ ഘോരന്മാരായിരിക്കുന്ന കാട്ടാളന്മാര് വന്ന് ഈ അർജുനന്റെ ഒപ്പം സഞ്ചരിക്കുന്നവരായിരിക്കുന്ന കൃഷ്ണബന്ധു ജനങ്ങളെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി. ഗാണ്ഡീവം കയ്യിലുണ്ടായിട്ടും അതൊന്ന് എടുത്തുയർത്തി ഒരു ആയുധം പോലും തൊടുക്കാൻ കഴിയാതെ അർജുനൻ നിസ്സഹായനായി നിന്നു. ഒരു ദിവ്യ മന്ത്രം പോലും ഓർമ്മ വരുന്നില്ല. തളർന്നിരിക്കുന്ന അർജുനന്റെ കൺമുമ്പിൽ വെച്ച് ഈ കൃഷ്ണപത്നിമാരെ മുഴുവനും ഈ കാട്ടാളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. കുറെ പേരൊക്കെ ദ്വാരകയിൽ തന്നെ ഭഗവാന്റെ ദേഹവിയോഗത്തെ മനസ്സിലാക്കി അപ്പൊ തന്നെ അഗ്നിയിൽ ദഹിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഏൽപ്പിച്ച ധർമ്മത്തെ തനിക്ക് കാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതായ വ്യസനത്തോടുകൂടി വരുന്ന അർജുനനെയാണ് നമ്മൾ കുറച്ചു നേരത്തെ കണ്ടത്. യുധിഷ്ഠിരൻ സ്വീകരിച്ചതും മഞ്ജിതോഹവും മഹാരാജ എന്ന് പറഞ്ഞ് അർജുനൻ കരഞ്ഞത്. ആ യാത്രക്കിടയിൽ അർജുനൻ വേദവ്യാസനെ കാണുന്നതും വേദവ്യാസൻ ഈ കൃഷ്ണപത്നിമാർക്ക് ഇങ്ങനെ കാട്ടാളന്മാര് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞ കഥയും അഷ്ടാവക്രന്റെ കഥയായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അഷ്ടാവക്രന്റെ ശാപം മൂലം സ്വർഗത്തിലെ അപ്സരസുന്ദരികള് ദ്വാപര യുഗത്തിൽ നാരായണന്റെ അനുഗ്രഹത്താൽ കൃഷ്ണപത്നിമാരായി അവതരിച്ചപ്പോൾ അഷ്ടാവക്രനെ കളിയാക്കി എന്നുള്ള കാരണത്താൽ അവർക്ക് ഇങ്ങനെയൊരു ശാപം നേരിടേണ്ടി വന്നു എന്നാണ് ആ കഥ. ആ കഥ നാം കേട്ടത് മാർക്കണ്ഡേയ പുരാണത്തിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലും ഒക്കെയാണ്. മഹാഭാരതത്തിലും അത് വിസ്തരിച്ച് പറയുന്ന കഥയാണ്. അപ്പോൾ ഇവിടെ ഈ അർജുനൻ രക്ഷിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ വജ്രനാഭനും ഉണ്ടായിരുന്നു. വജ്രനാഭനെ മധുരാപുരിയിൽ രാജാവായി അഭിഷേകം ചെയ്തിട്ടാണ് അർജുനൻ പോകുന്നത്. ഇപ്പോൾ ആ വജ്രനാഭനെ കാണാനാണ് അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ മകനായ ഹസ്തിനപുരത്തിന്റെ രാജാവായ പരീക്ഷിത്ത് വന്നിരിക്കുന്നത്. ആരായി പരീക്ഷിത്ത്? നാം നേരത്തെ കേട്ട ഭാഗവതം കേൾക്കാൻ കാരണമായ, നമുക്കൊക്കെ ഭാഗവതം ലഭിക്കാൻ കാരണക്കാരനായ ഭക്തോത്തമനായ ശ്രോതാവ്. ആ പരീക്ഷത്തിനെ അരികത്ത് ഇരുത്തിക്കൊണ്ട് വജ്രനാഭൻ പറയുന്നത് ഇതാ, സമുദ്രം വിഴുങ്ങി ദ്വാരകയെ മധുരാപുരിയിലെ എന്നെ രാജാവാക്കി. പക്ഷെ അങ്ങ് നോക്കൂ, രാജാവ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, പ്രജകൾ വേണ്ടേ? ആരുമില്ല മധുരാപുരി. പ്രജകളാരുമില്ലാത്ത രാജ്യത്തിലെ രാജാവായി ഞാൻ വാഴുകയാണ്.
ഇങ്ങനെ വജ്രനാഭൻ സങ്കടം പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് വേഗം തന്നെ നന്ദവംശത്തിന്റെ കുലഗുരുവായിരിക്കുന്ന ഗർഗമഹർഷിയെ ആളയച്ചു വരുത്തി. ആ ഗർഗമഹർഷിയുടെ വംശത്തിൽ പിറന്നവരായ ശാണ്ഡില്യ മഹർഷിയെ ആളയച്ചു വരുത്തി. മധുരാപുരിയുടെ പുരോഹിതൻ ഗർഗനും നന്ദവംശത്തിന്റെ പുരോഹിതൻ ശാണ്ഡില്യനുമായിരുന്നു. ശാണ്ഡില്യ മഹർഷിയെ ഉപചരിച്ചിരുത്തി വജ്രനാഭന്റെ സങ്കടം മുഴുവൻ പരീക്ഷിത്ത് ഗുരുവായ ശാണ്ഡില്യനെ പറഞ്ഞു കേൾപ്പിച്ചു. ശാണ്ഡില്യം പറഞ്ഞു, നോക്കൂ, ഇത് വ്രജമാണ്. മധുരാപുരിക്ക് ചുറ്റും ഉള്ളതായ ദേശങ്ങളെ വ്രജം എന്നാണ് വിളിക്കുക. വ്രജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രജനം, വ്രജനം എന്ന് പറഞ്ഞാൽ വ്യാപ്തി എന്നാണ്. വ്യാപിച്ചിരിക്കുന്നതെന്തോ അതാണ് വ്രജം. വ്യാപിച്ചിരിക്കുന്നത് എന്താ? വ്യാപനശീലത്വം ബ്രഹ്മത്തിനാണ്. ബ്രഹ്മമാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ വ്യാപിച്ചിരിക്കുന്നത് ആ കൃഷ്ണകഥകളാണ്. കൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മം. കൃഷ്ണൻ കഥകളായി വ്യാപിച്ചിരിക്കുന്നു. കൃഷ്ണകഥ ബ്രഹ്മാനുഭവം തന്നെ. കൃഷ്ണകഥാശ്രമം. കൃഷ്ണൻ സദാനന്ദ വിഗ്രഹനാണ്. എപ്പോഴും ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ കൃഷ്ണന്റെ ആ പ്രാണനാണ് രാധിക. ആത്മാരാമൻ എന്ന് അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നു. കാരണം തന്റെ ആത്മാവായിരിക്കുന്ന രാധികയോട് എപ്പോഴും ചേർന്നിരിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് ആത്മാരാമൻ. ഈ ഭഗവാനോടൊപ്പം ഭൂമിയിൽ ഭഗവാൻ ഓരോ ലീലകൾ ആടുമ്പോൾ ഈ ലീല എന്ന് പറയുന്നത് വാസ്തവമാണ്. രണ്ട് തരത്തിലാണ് ഭഗവാനെ ലോകം അറിയുന്നത്. ഭഗവാന് മാത്രം അറിയുന്നതായ ഭഗവാന്റെ സ്വരൂപങ്ങളും പ്രവൃത്തികളും ഒക്കെയാണ് വാസ്തവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെ ഭക്തന്മാരും ദാർശനികരും വിളിക്കുന്നത് ലീല. ഒരു കടി. കൃഷ്ണൻ എന്ന അറിവ് ഒന്ന് വാസ്തവം, അത് ലീല. മറ്റൊന്ന് വ്യാവഹാരികം. കൃഷ്ണൻ ചെയ്തതായ ധർമ്മ സംസ്ഥാപനം എന്ന് പറയുന്ന ആ കർമ്മങ്ങളെയൊക്കെ ലോകം അറിയുന്നത് വ്യാവഹാരികമായിട്ടാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന ഭാവത്തിലാണ്. സാത്വിക രാജസ താമസ കർമ്മങ്ങൾ എന്ന ഭാവത്തിലാണ്. അതൊക്കെ വെറും വ്യാവഹാരികമാണ്. വാസ്തവം യഥാർത്ഥത്തിൽ എന്താണ്? ഭഗവാൻ ചെയ്യുന്നതൊക്കെ ലീല മാത്രമാണ്. ദുഷ്ടനിഗ്രഹം, ശിഷ്ട സംരക്ഷണം എന്നൊക്കെ നമുക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഒരു കൊച്ചുകുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ കളിപ്പാട്ടങ്ങളൊക്കെ ആ കുട്ടി അതിന്റെ രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലാകും. കുട്ടിയുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു കുതിരയുടെ കളിപ്പാട്ടം കിട്ടുമ്പോൾ അതിന്റെ തലയെടുത്ത് കാലിന്റെ അവിടെയും കാലെടുത്ത് കയ്യിന്റെ അവിടെയും പാലെടുത്ത് ചെവിയുടെ അവിടെയും ഒക്കെ വെക്കും. കുട്ടിയുടെ ഭാവനാത്മകമായി ഒരു പുതിയ രൂപത്തെ സൃഷ്ടിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് പറയും? കളിപ്പാട്ടം നശിപ്പിച്ചു. അത് നാശമല്ല, ക്രിയേഷനാണ്. അത്തരത്തിലുള്ളതായ ഭാവനാത്മകമായ ഈശ്വരന്റെ പ്രപഞ്ച സൃഷ്ടിയിലേക്കുള്ളതായ ഭഗവാന്റെ തന്നെ തന്നെയുള്ള പകരലാണ് ലീല എന്ന് പറയുന്നത്.
മനുഷ്യനായി ഭഗവാൻ അവതരിച്ചപ്പോൾ ഭഗവാനോടൊപ്പം നിത്യന്മാർ, ഇഷ്ടന്മാർ, ഭക്തന്മാർ, ദേവന്മാർ ഇവരും വന്നു. നിത്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടൊപ്പം എപ്പോഴും ഉള്ളവരാണ്. ആർക്കും കാണാൻ പറ്റില്ല അവര് ഭഗവാന്റെ ലീലയുടെ ഭാഗമാണ്, അദൃശ്യരാണ്. സനകാദൃശീശ്വരന്മാരെ പോലെയുള്ള ആളുകൾ. ഇനി ഭഗവാന്റെ ഇഷ്ടന്മാരുണ്ട്, അവരാണ് ഗോപികമാരും ഗോപന്മാരും പശുക്കളും ഒക്കെ ആയിട്ട്. അവർ ഇഷ്ടന്മാരാണ്, പക്ഷെ അവർക്ക് അറിയില്ല അവര് ഭഗവാനോടൊപ്പം അവതരിച്ചിട്ടുള്ളവരാണ്. ഇനി ദേവന്മാരാണ്, അത് ഭഗവാന്റെ കുലത്തിൽ തന്നെ ജനിച്ചവരാണ്. ഈ 3 തരത്തിൽ ഭഗവാനോടൊപ്പം അവതരിച്ചവരും ഭഗവാൻ പോയപ്പോൾ ഭഗവാനോടൊപ്പം പോയി. പക്ഷെ ഈ നിത്യന്മാരിപ്പോഴും കൂടിയുണ്ട്, അദൃശ്യരൂപികളാണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നും. അവരവരിൽ തന്നെ കൃഷ്ണനെ അനുഭവിച്ചുകൊണ്ട് ആനന്ദ സ്വരൂപികളായി മധുരാപുരിയിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ഇഷ്ടന്മാരോ, ഗോപന്മാരും ഗോപികമാരും പശുക്കളും ഒക്കെ ഭഗവാൻ തന്റെ ആ ലീലയിൽ ആ മാനുഷ ദേഹത്തെ മറച്ചപ്പോൾ അവരെയും തന്നിലേക്ക് ലയിപ്പിച്ചു. ദേവന്മാരെയോ സുഹൃത സംഹാരം എന്ന രീതിയിൽ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മധുരാപുരി ശൂന്യമായി നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. ശാണ്ഡില്യ മഹർഷി പറയുന്നു, ഇനി വേണ്ടതെന്താ? അല്ലയോ പരീക്ഷിത്തെ, ഹസ്തിനപുരത്തിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നുമൊക്കെ കുറച്ച് ശ്രേണിമുഖ്യന്മാരെ, ഗ്രാമത്തലവന്മാരെ ഗ്രാമങ്ങളോടൊപ്പം ഇവിടെ കൊണ്ട് പാർപ്പിക്കുക, ഈ മധുരാപുരി. എന്നിട്ട് ഭഗവാൻ ഓടിക്കളിച്ചതായ, ഭഗവൻ ലീലകൾ നടന്നതായ സ്ഥാനങ്ങളുടെ നാമങ്ങൾ ഈ ഗ്രാമങ്ങൾ ഇട്ടുകൊടുക്കുക. ഗോവർദ്ധന, ദീർഘപുരം, മധുര, നന്ദിഗ്രാമം, ഇങ്ങനെയുള്ളതായ പേരുകളൊക്കെ ഇട്ടുകൊടുക്കുക. ആ പേരുകളിലൊക്കെ ഭഗവാന്റെ സ്മരണ ഉണ്ടാവും. എപ്പോഴാണോ ഉദ്ധവനെ കാണാൻ കഴിയുന്നത്, ഉദ്ധവനെ ദർശിക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലുള്ളതായ എല്ലാ സംശയങ്ങളും ഇല്ലാതായി തീരും. ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യൂ എന്ന് പറഞ്ഞ് ശാണ്ഡില്യ മഹർഷി കൊണ്ടുപോയി. സ്കന്ദപുരാണത്തിലെ ഭാഗവത മഹാത്മ്യത്തിലെ 1-ാമത്തെ അധ്യായം അങ്ങനെ അവസാനിക്കും. 2-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഉദ്ധവ ദർശനം എന്നാണ് അതിന്റെ പേര്. കാളിന്ദിയും കൃഷ്ണപത്നിമാരും തമ്മിലുള്ളതായ സംവാദം പറഞ്ഞുകൊണ്ടാണ്. ഈ കാളിന്തി എപ്പോഴും സന്തോഷവതിയായിട്ട് ഒഴുകുകയാണ്. അപ്പൊ ഈ കൃഷ്ണപത്നിമാര് വളരെ ദുഃഖിതരാണ്. അവര് കാളിന്തിയോട് ചോദിക്കുകയാണ്, ഹേ കാളിന്തി, നിനക്ക് എങ്ങനെ ഇത്ര സന്തോഷിക്കാൻ സാധിക്കും? ഞങ്ങളൊക്കെ കൃഷ്ണനില്ലാത്തതിന്റെ ദുഃഖത്തിലാണ്, വിരഹദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നീറി നീറി ജീവിക്കുകയാണ്. അപ്പോഴും ഇത്രയ്ക്കധികം സന്തോഷത്തോടു കൂടി നൃത്തം ചെയ്ത് ഒഴുകാൻ ഹേ കാളിന്തി നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കാളിന്തി പറയുകയാണ്, നോക്കൂ, സത്യത്തിൽ ഞാൻ കൃഷ്ണനിൽ തന്നെയാണ് വർത്തിക്കുന്നത്. ആ അനുഭവം എനിക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്കൊരിക്കലും വിരഹമില്ല. ഞാൻ കൃഷ്ണനിൽ വർത്തിക്കുന്നതോ കൃഷ്ണന്റെ പരമപ്രേമസ്വരൂപമായിരിക്കുന്ന രാധയെ ശുശ്രൂഷിച്ചുകൊണ്ടാണ്. ആ രാധ ഭക്തിയാണ്. ആ ഭക്തിയെ ശുശ്രൂഷിച്ചുകൊണ്ട് വർത്തിക്കുന്നതിനാൽ എനിക്ക് ദുഃഖമില്ല. ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടി വർത്തിക്കുന്നു. രാധയും സന്തോഷവതിയാണ്. കൃഷ്ണന്റെ ആത്മാവാണ് രാധ. കൃഷ്ണന്റെ നഖചന്ദ്രികയാൻ കൃഷ്ണന്റെ കയ്യിലെ ഓടക്കുഴലിന് പേര് വന്നത് ചന്ദ്രാവലി. ആ കൃഷ്ണന്റെ പ്രേമ സ്വരൂപമാണ് ചന്ദ്രാവലി എന്ന ഓടക്കുഴൽ. യഥാർത്ഥത്തിൽ ഭഗവാൻ പണ്ട് വൃന്ദാവനത്തിൽ നിന്ന് കംസൻ നടത്തുന്നതായ ധനുർയാഗം കാണുന്നതിന് വേണ്ടി അക്രൂരരോടൊപ്പം മധുരയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഗോപികമാരും എല്ലാവരും ചേർന്ന് ആ രഥം തടയുകയുണ്ടായി. സങ്കടം കൊണ്ട്
രഥത്തിന് മുമ്പിൽ നീണ്ടു നിവർന്ന് കിടന്നു. ഇത് അക്രൂരരല്ല, ഇത് അതിക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിൽ നിന്ന് കൃഷ്ണനെ അടർത്തി മാറ്റാൻ വേണ്ടി ആ കംസൻ അയച്ചതല്ലേ ഈ ദൂതനെ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോഴോ കൃഷ്ണൻ അവരോട് പറഞ്ഞ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, നിങ്ങളുടെ അരികത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞതൊന്നും അവർക്ക് അത് മനസ്സിലായില്ല. പിന്നെ ഭഗവാൻ മധുരയിൽ ചെന്ന് കംസനെ വധിച്ച് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി 64 ദിവസം കൊണ്ട് 64 കലകളെയും അഭ്യസിച്ച് യമപുരിയിൽ നിന്നും മരിച്ചുപോയ ഗുരുപുത്രനെ ദക്ഷിണയായി കൊടുത്ത് അങ്ങനെ വിരാജിക്കുന്ന സമയത്ത് തന്നെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആ ഗോപികമാരെ കുറിച്ച് ഓർത്ത് ഭഗവാൻ ആ ഗോപികമാർക്ക് ഭഗവത് സന്ദേശവുമായി ഉദ്ധവരെ പറഞ്ഞിരിക്കുകയുണ്ടായി. അന്ന് ഉദ്ധവരെ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഭഗവാന്റെ പ്രേമസ്വരൂപമാണ്, ഭഗവാനിൽ നിന്ന് ഭിന്നരല്ല. ഞാനെന്ന ആ തോന്നലാണ് ഭഗവാനിൽ നിന്ന് നമ്മളെ വേർപെടുത്തി നിർത്തുന്നത്. ഇതൊക്കെ അന്ന് ഉദ്ധവര് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ ഉദ്ധവർക്കും അത് വേണ്ടതുപോലെ ബോധ്യപ്പെട്ടില്ല, ഗോപികമാർക്കും ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് വിരഹം അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ ഭഗവാനിൽ നിന്ന് ഉപദേശം കേട്ടിട്ടാണല്ലോ ഉദ്ധവരെ ആ അനുഭൂതിയിലേക്ക് എത്തി. ഇപ്പൊ നിങ്ങൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ ഉദ്ധവരാകട്ടെ ആ ഭഗവത് പ്രേമ സ്വരൂപത്തെ സ്വാംശീകരിച്ച് വർത്തിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ ഉദ്ധവര് ഈ ഗോവർദ്ധനഗിരിയുടെ താഴ്വര പ്രദേശത്ത് വർത്തിക്കുന്നുണ്ട്. ആ ഉദ്ധവരെ പോയി കാണണം. നിങ്ങൾ അവിടെ ചെന്ന് കൃഷ്ണഗാനങ്ങൾ പാടണം. വാദ്യ മൃദംഗ ധ്വനികളുടെ അകമ്പടിയോടുകൂടി ഗാനങ്ങൾ പാടി കൃഷ്ണകഥകൾ ആലപിച്ച് നൃത്തം ചെയ്ത് കൃഷ്ണ മഹോത്സവം നടത്തണം. അപ്പോൾ ഉദ്ധവരെ കാണാൻ കഴിയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കൃഷ്ണപത്നിമാരെല്ലാവരും നേരെ മധുരയിലെ ചക്രവർത്തിയുടെ അരികത്തേക്ക് പോയി, വജ്രനാഭന്റെ അരികേക്ക്. അവിടെ പരീക്ഷിച്ചുണ്ടായിരുന്നു. പറഞ്ഞു, കാളിന്തി പറഞ്ഞതെല്ലാം അവിടെ ചെന്ന് പറഞ്ഞു. ഇപ്പൊ പരീക്ഷിച്ചു സന്തോഷമായി. ഉദ്ധവരെ കാണാൻ വേണ്ടി ഇപ്പൊ നിർദ്ദേശിച്ചിട്ടല്ലേ ശാണ്ഡില്യ മഹർഷി പോയത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഉദ്ധവരെ കാണാൻ പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും ഗോവർദ്ധനഗിരിയുടെ താഴ്വര പ്രദേശത്ത് കൃഷ്ണഗാഥകൾ പാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അതാ ഗോവർദ്ധനഗിരിയുടെ താഴ്വര പ്രദേശത്ത് കൃഷ്ണപാദരേണുക്കൾ ചൂടാനുള്ള കൊതിയോടുകൂടി ഒരു വല്യാൻ പൊട്ടി മുളച്ചു നിൽക്കുകയായിരുന്നു ഉദ്ധവര്, ഒരു വലിയ സ്വരൂപത്തിൽ. ആ വല്ലിയിൽ നിന്ന് ഉദ്ധവര് തന്റെ രൂപം സ്വീകരിച്ച് അവർക്ക് പ്രത്യക്ഷനായി. സ്കന്ദപുരാണത്തിലെ ഭാഗവത മഹാത്മ്യത്തിലെ 2-ാം അധ്യായം ഈ രംഗം വർണ്ണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ ഉദ്ധവര് അവിടെ ഇരിക്കുന്നവരായിരിക്കുന്ന പരീക്ഷത്തിനും വജ്രനാഭനും കൃഷ്ണഭക്തിമാർക്കും ഋഷീശ്വരന്മാർക്കും ഒക്കെ ഭഗവൻ മഹിമ എന്താണ്, ഭാഗവതത്തിന്റെ മഹിമ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഉദ്ധവര് പറയുന്നു, കൃഷ്ണൻ ആത്മബോധമാണ്. കഥകളോ ആ കൃഷ്ണന്റെ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോൾ നമ്മിൽ ഉണർത്തുന്നത് ആത്മബോധമാണ്. എന്താണ് ഈ ആത്മബോധം? ഞാൻ കൃഷ്ണനിൽ തന്നെയാണ് വർത്തിക്കുന്നത് എന്നതാണ് ആ ആത്മബോധം. ശ്രീമദ് ഭാഗവതം ശ്രമിക്കുമ്പോൾ ഈ ആത്മബോധം ഉണരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്. ഭാഗവതം കേൾക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാകുന്നില്ലേ? എത്രയെത്ര കേട്ടാലും പിന്നെയും പിന്നെയും കഥ കേൾക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തതായ ഒരു ആവേശവും ഉണർവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ഭഗവാന്റെ ബാലലീലകളൊക്കെ കേൾക്കും പോലെ പൂതനാമോക്ഷം, ചകടാസുരവധം, തൃണാവർത്തമോക്ഷം, ബകാസുരവധം, അഘാസുരവധം, ധേനുകാസുരവധം, കംസവധം, ഇങ്ങനെ ബാലലീലകളും ഗോപികമാർക്കിടയിൽ ഭഗവാൻ ആടിയതായ രാസലീല, വെണ്ണ കവർന്നത്, ഭഗവാൻ കാണിക്കുന്ന കുസൃതികൾ, ഒരലിൽ കെട്ടിയ ബാലകനായി ഭഗവാൻ ആടിയതായ ആട്ടങ്ങൾ, ഇതെല്ലാം കണ്ട് അത് കേട്ട് നമ്മിൽ ആനന്ദം ഉണരുന്നതിന്റെ കാരണമെന്താ? ഭഗവത് കഥകളെല്ലാം ആത്മബോധം ഉണർത്തുന്നത്. ആത്മാവിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ദുഃഖത്തിനിടമില്ല.
ഇതെനിക്ക് ബൃഹസ്പതി ഉപദേശിച്ചു തന്നതാണ്. ബൃഹസ്പതിക്ക് സംഖ്യായനം പറഞ്ഞു കൊടുത്തതാണ്. കൃഷ്ണമഹിമകളെ ബോധ്യപ്പെടുത്തുന്നതായ ഭാഗവത ശ്രുതിയുടെ സമ്പ്രദായം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതമായി ഉപദേശിച്ചു കൊടുത്ത ആ ഭാഗവതത്തിന്റെ സാരമിത. ആ കൃഷ്ണൻ ഒരു കടാക്ഷം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത്. സ്വയം പ്രപഞ്ചമായി പരിണമിക്കുന്നതിന് വേണ്ടി സാത്വിക ഗുണ താമസ വൃത്തികളെ കൃഷ്ണനാകുന്ന ബ്രഹ്മം സ്വയം സ്വീകരിച്ചു. അങ്ങനെ കൃഷ്ണന്റെ പ്രതിരൂപങ്ങളായി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരുണ്ടായി. സൃഷ്ടിസ്ഥിതി സംഹാരം. ഈ മായാ ചലനങ്ങൾക്ക് കാരണം ഭഗവാൻ മാത്രമാണ്. അന്ന് ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തപ്പോൾ ആ ചതുശ്ലോകി ഭാഗവതത്തെ സ്വീകരിച്ച് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടും. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഭാഗവതം വായിക്കുന്നു, ലക്ഷ്മി ദേവി കേൾക്കുന്നു. ഇടയ്ക്ക് ലക്ഷ്മി ദേവി വായിക്കും, അപ്പൊ മഹാവിഷ്ണു കേൾക്കും. ഇതൊരു ബിംബാത്മകമായ വർണ്ണനയാണ്. അപ്പൊ ലക്ഷ്മി ദേവി വായിക്കുമ്പോൾ ഭാഗവതം കുറച്ച് അധികം ദിവസം നീണ്ടു നിൽക്കുമത്രേ വായന. എന്താ കാരണം വെച്ചാൽ വളരെ മാധുര്യം കൂടുതലാണ്. കൈലാസത്തിൽ സാക്ഷാൽ മഹാദേവൻ ഭാഗവതം വായിക്കും, പാർവതി കേൾക്കും. പാർവതി വായിക്കും, മഹാദേവൻ കേൾക്കും. അപ്പോ പാർവതി വായിക്കുമ്പോൾ കുറച്ച് ദിവസം കൂടുതൽ എടുക്കും. ചിലപ്പോൾ ആവർത്തിച്ച് വായിക്കും. പരമശിവൻ പറയുന്നത്രേ ഇനിയും കേൾക്കണമെന്ന് പറയും. ഇതൊരു ബിംബാത്മകമായ സൂചനയാണ്. വൈകുണ്ഠം, കൈലാസം എന്നത് നമ്മുടെയൊക്കെ കുടുംബമാണ്. എല്ലാ വീടുകളിലും ഭർത്താവ് ഭാഗവതം വായിക്കുക, ഭാര്യ കേൾക്കുക, ഭാര്യ ഭാഗവതം വായിക്കുക, ഭർത്താവ് കേൾക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും പോയാൽ കുടുംബ കോടതികളൊക്കെ അടച്ചു കൂട്ടേണ്ടി വരും. വളരെ ലളിതമായ ഒരു തത്വം. ഏത് കഥകളായാലും ഏത് പുരാണത്തിലെ ദർശനങ്ങളായാലും നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പരിഹാരം തരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല കാര്യമാണ്, അല്ലേ? ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ നല്ല കുഴപ്പമുണ്ടോ? അപ്പൊ അത്രത്തോളം മഹിമ ഭാഗവതത്തിനുണ്ട്. കാരണം ഭാഗവതം കേട്ടിട്ട് ആരെയും തല്ലാനും കൊല്ലാനും പോയിട്ടില്ല. എന്താ ഭാഗവതമോ മഹാഭാരതമൊക്കെ യുദ്ധവിവർണ്ണനയാണെന്നൊക്കെ പറയും. എന്നിട്ട് മഹാഭാരതം വായിച്ചിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോയിണ്ടോ? ലോകത്തെ കീഴ്പ്പെടുത്താൻ പോയിണ്ടോ? ഭാരതത്തിലെ ഒരു രാജാക്കന്മാരും മറ്റേതെങ്കിലും രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനായി യുദ്ധം നയിച്ചവരല്ല. ഭാരതത്തിൽ വന്ന ഒരുപാട് ആൾക്കാര് ഈ ദേശത്തെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് അവരെ ചെറുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ രാജാക്കന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഈ മുഗളന്മാരും തുർക്കികളും ഒന്നും ഇങ്ങോട്ട് ദക്ഷിണദേശത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധം അത്രയും ശക്തമായിരിക്കുന്നതായ പ്രതിരോധം തീർത്ത രജപുത്രന്മാരുടെയും ഒക്കെ ചരിത്രം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ കാണില്ല. ഈ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ അവസാന കാലഘട്ടം വരെയും ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്തൊരു ശക്തി തന്നെയായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയും. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർക്ക് ഈ ദേശങ്ങളെയൊക്കെ അവരുടെ കാൽക്കീഴിലാക്കാൻ സാധിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ പുരാണങ്ങളായാലും ഇതിഹാസമായാലും അതിലെ ഓരോ കഥകളും ചില ബിംബാത്മകമായിരിക്കുന്ന രീതിയിൽ വർണ്ണിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് ഇന്നത്തെ ജീവിത കാലഘട്ടത്തിലെ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിച്ചു വെക്കാം. അത്രയും. അപ്പൊ ഉദ്ധവൻ പറയുന്നത് ഈ ഭാഗവതം അത്രയും മഹത്വമുള്ളതാണ്. അതുകൊണ്ട് ഈ ഭാഗവത സപ്താഹം ഞാനിതാ നടത്താൻ പോകുന്നു. അതെല്ലാവരും കേൾക്കട്ടെ. അപ്പൊ മധുരാപുരിയില് ഈ കൊണ്ടുവന്ന് പാർപ്പിച്ചവരായ ആളുകൾക്ക് ഭഗവാന്റെ മഹിമ മനസ്സിലാകുമ്പോൾ ഈ മധുരയിൽ
ആ ഭഗവത് സ്വരൂപങ്ങളാണ് ഞങ്ങളെന്ന തിരിച്ചറിവ്, ആത്മബോധമുണർന്ന് എല്ലാവർക്കും ആനന്ദം കൈവരും എന്ന് പറഞ്ഞ ഉദ്ധവരെ സപ്താഹയജ്ഞത്തിന് പുറപ്പെടുകയാണ്. അപ്പൊ പരീക്ഷത്തിനോട് പറയാണ്, പരീക്ഷത്തെ അതിനുവേണ്ടി അങ്ങൊരു കാര്യം ചെയ്യണം. പരീക്ഷിച്ച് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എപ്പോഴാണോ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയത് അന്ന് മുതൽ ഇവിടെ കലി ആരംഭിച്ചു. അങ്ങയുടെ രാജ്യത്തിൽ കലിയുണ്ട്. ആ കലി എപ്പോഴും ഈശ്വരോപാസനകൾക്ക് തടസ്സമായിട്ട് വരും. എന്തെങ്കിലും ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പുറപ്പെടുമ്പോഴേക്കും ഈ കലി വന്ന് അതിനെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും മാരാരിക്കുളത്തപ്പന്റെ സന്നിധാനത്തിൽ 18 പുരാണങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ 18ാമത്തെ പുരാണമായ വായുപുരാണം, ശിവപുരാണം വായിച്ച് സമർപ്പിക്കുന്ന ഈ വായുപുരാണം മാഹേശ്വരി യജ്ഞത്തിൽ ഇത്ര ദിവസം പ്രഭാഷണമൊക്കെ കേട്ടതല്ലേ, എന്നാ പിന്നെ കുറച്ചു നേരം വീട്ടിലിരുന്ന് സന്ധ്യയ്ക്ക് നാമം ജപിക്കാം എന്ന് തീരുമാനിച്ചു അല്ലേ. അപ്പോഴേക്കതാ പനി വന്നു. ഇപ്പൊ നാമം ജപിച്ച ശരിയായി, കുടിക്കാനും പറ്റില്ല, മനസ്സിനൊരു സുഖം. എന്നാ പിന്നെ ഇനിയിപ്പോ എന്തായാലും എല്ലാ ദിവസവും മാരാരിക്കുളത്തപ്പനെ തൊഴാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ തൊഴാം എന്ന് വിചാരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണം അപ്പോഴും തടസ്സങ്ങളായിട്ട് വരും. എന്നാ പിന്നെ നാളെ പോയിട്ട് മാരാരിക്കുളത്തപ്പനെ തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമം ജപിക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ച് കിടന്നു തുടങ്ങി. കാലത്തെണീക്കാൻ നേരം ഇത്തരത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ളതായ ഈശ്വരീയമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന കർമ്മങ്ങളിലേക്കോ ചിന്തകളിലേക്കോ വ്യാപരിക്കുമ്പോഴേക്കും നമ്മുടെ ചിന്തകളെയും നമ്മുടെ കർമ്മങ്ങളെയും ഇന്ദ്രിയ സുഖഭോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ശക്തിവിശേഷമായിട്ടാണ് കലി എന്ന് പറയും. കലി എന്ന് പറഞ്ഞ ഒരു കലങ്ങലാണ്. ശുദ്ധജലം ഇങ്ങനെ കലക്കുമ്പോൾ അതിൻ്റെ അടിത്തട്ടിലെ ചളിയൊക്കെ പുറത്തു വന്ന വെള്ളം അശുദ്ധമാവുന്നത് പോലെ, കുടിക്കാൻ പറ്റാതാവുന്നത് പോലെ, ദാഹം തീർക്കാൻ യോഗ്യമല്ലാതാവുന്നത് പോലെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് തൃപ്തി വരാത്തൊരവസ്ഥ. അതാണ് കലി. ഒന്നിനും തൃപ്തിയില്ലാത്ത അവസ്ഥ ഉണ്ടോ? അത് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ എന്തിനാ തൃപ്തി എന്നൊന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാവും. ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ പൂർണ്ണ തൃപ്തി അനുഭവിച്ചിട്ടുണ്ടോ? വെറുതെ പറയുമ്പോൾ പറയുന്നു മാത്രം. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ നല്ല തൃപ്തിയാണ് ഒക്കെ വെറുതെ പറയാം. അത് തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് പിറ്റേ ദിവസം നമ്മൾ പോണത് അല്ലേ. ആ നിമിഷത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ആ നിമിഷത്തിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെ വന്നു? അമ്പലത്തിൽ വന്ന് തൊഴുത് പുറത്തേക്ക് കടക്കുമ്പോഴേക്കും ചെരുപ്പിന് ചൈതന്യം വന്നു എന്ന് പറഞ്ഞാൽ മതി അല്ലേ. നമ്മുടെ മനസ്സിൽ പല ചിന്തകളും. ഇതിനെയാണ് കലി എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും, ഇതിപ്പോ എല്ലാ കാലത്തും ഉണ്ടാവില്ലേ? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഹൃദയുഗത്തിൽ കലി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഹൃദയുഗത്തിലെ എല്ലാ ഋഷീശ്വരന്മാരും അവരുടെ ജീവിതം തന്നെ തപസ്, ധ്യാനം എന്നിവയൊക്കെ ആയിട്ടായിരുന്നു. ഇന്ന് കാണുന്ന പോലത്തെയുള്ള നഗരങ്ങളൊന്നും ആയിരുന്നില്ല അല്ലേ. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരായിരുന്നു. ത്രേതായുഗത്തിലായപ്പോഴേക്കും കുറച്ചൊക്കെ നഗരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു എന്ന് വെച്ചാലും കുറച്ച് ക്രിയാകാന്ഡം, യജ്ഞാതി കർമ്മങ്ങളിലൂടെയൊക്കെ മനസ്സിന് തൃപ്തി കിട്ടിയിരുന്ന കാലമായിരുന്നു. ദ്വാപരയുഗമായപ്പോഴോ കലിയുടെ സൂചനയൊക്കെ തുടങ്ങി. എന്നാലും ഈശ്വരസ്വരൂപികളായിരിക്കുന്ന ആളുകള് ഇവിടെ ഉള്ളത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചും അവരുടെ വാക്കുകൾ കേട്ടും മനസ്സിന് ജ്ഞാനപൂർണത നേടിയവരുടെ ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കരികാലത്തിൽ ഇത് വരുന്നുണ്ട്. ഏത് അനുഭവങ്ങളും ഒടുവിൽ എത്തിച്ചേരുന്നത് ഒരു വിവശതയിലേക്കാണ്. അപ്പൊ ഈ കലി എല്ലാറ്റിനും തടസ്സമായി നിൽക്കുന്നു. ഈ കലിയെ കണ്ടെത്തി നിയന്ത്രിക്കണം എന്ന് ഉദ്ധവര് പറഞ്ഞപ്പോൾ, അപ്പൊ എനിക്ക് എന്നാ ഭാഗവതം കേൾക്കാൻ പറ്റിയാന്ന് ചോദിച്ചു. ഉദ്ധവരിവിടെ ഭാഗവതം നടത്താൻ പോകാണല്ലോ. അപ്പൊ പരീക്ഷത്തിന്റെ ആഗ്രഹം എന്താ? എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കലിഗ്രഹത്തിന് പറഞ്ഞേക്കില്ല. അപ്പൊ ഞാൻ എന്നാ ഭാഗവതം കേൾക്കാൻ ചോദിച്ചപ്പോൾ ഉദ്ധവര് പറഞ്ഞു,
അങ്ങയുടെ സമയം വരും, അങ്ങേ അത് കേൾപ്പിക്കാൻ ഒരാൾ വരും, അന്ന് അങ്ങേക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ഉദ്ധവര് ബൃഹസ്പതിയിൽ നിന്ന് കേട്ട ഭഗവാന്റെ ഉപദേശമായി കേട്ട ആ ഭാഗവത ധർമ്മത്തെ സപ്താഹമായി അവിടെ അവതരിപ്പിക്കുക. ഈ സമയത്ത് പരീക്ഷിത്ത് അവിടെ പോയി നാലാമത്തെ സ്കന്ധം, 4-ാമത്തെ അധ്യായം, സ്കന്ദപുരാണത്തിലെ ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായം ഭാഗവത യജ്ഞം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ളതായ വിധാനങ്ങളാണ്. അപ്പൊ ഈ പരീക്ഷിത്ത് കരിനിഗ്രഹത്തിനായി പോയി എന്ന് പറഞ്ഞിടത്ത് ആ കഥാരംഗം അവസാനിച്ചു. പക്ഷെ ആ കഥാരംഗത്തിന്റെ തുടർച്ച നമ്മൾ എവിടെയാണ് കാണുന്നത്? ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൽ. പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം കഴിഞ്ഞ് പരീക്ഷിത്ത് രാജാവായി എന്നും പരീക്ഷിത്ത് അങ്ങനെ ഭൂമണ്ഡല പ്രദക്ഷിണം, തന്റെ രാജ്യത്തെ മുഴുവൻ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരുജാങ്കരാല ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരിയെ കണ്ടു, ഉഗ്രസ്വരൂപിയായി ആ കരിയെ നിഗ്രഹിച്ചു എന്നാണ് ആ കഥ. പിന്നെയാണ് നായാട്ടിന്റെ കഥയും പരീക്ഷത്തിന് ശാപം കിട്ടുന്നത്. പിന്നെ പരീക്ഷിത്ത് കേട്ടതായ ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞു. 12 സ്കന്ധങ്ങളുടെ സാരം ഞാൻ പറഞ്ഞു. ഈ ഭാഗവതം സപ്താഹമായിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താ? 7 ദിവസം. അഹം എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ് അർത്ഥം. അഹസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അഹസ് പൂജ. ത്രികാല പൂജയാണ് അഹസ് പൂജ. പകല് 3 നേരം ചെയ്യുന്ന പൂജ. അപ്പൊ അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് എന്നാണ് അർത്ഥം, വെളിച്ചമുള്ള സമയം. അതാണ് സപ്താഹം. പക്ഷെ അത് മാത്രമല്ല സപ്താഹം എന്ന വാക്കിന്റെ അഹത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അർത്ഥമുണ്ട്. ഞാൻ ആ മുതൽ ആ വരെയുള്ളത് എന്തൊക്കെയാണോ അതൊക്കെയാണ് അഹം. അതുകൊണ്ട് സൂചിപ്പിക്കുന്നതൊക്കെ ഞാൻ എന്ന ബോധവുമായി ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് അഹം, ഞാൻ, എൻ്റെ, എനിക്കായിക്കൊണ്ട്, എന്നിലേക്കായിക്കൊണ്ട്, എന്നിൽ നിന്ന്, എന്നിൽ എന്നൊക്കെയുള്ളതായ സകല ജീവരാശികളെയും ജീവനുമായി ബന്ധപ്പെടുത്തുന്നതായ ഭാവന. അത് ഭാഷാപരമായി പറയുമ്പോൾ അതിന് വിഭക്തി എന്നാണ് പറയുക. 7 വിഭക്തി: പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി. ഇതാണ് 7 വിഭക്തി. മലയാള ഭാഷയ്ക്കുണ്ട് 7 വിഭക്തി ഇല്ലേ? മലയാള ഭാഷയിൽ പറയുമ്പോൾ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, ഉദ്ദേശിക, അതിന് പേര് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി. കാരണം മലയാളത്തിൽ ഈ പേര് പറഞ്ഞു മുഴുവൻ സംസ്കൃതമാണ്. ഉദ്ദേശിക സംസ്കൃത വാക്കാണ് യഥാർത്ഥം. ഇനി ഇംഗ്ലീഷിലുമുണ്ട് ഈ പറയുന്നതായ വിഭക്തികൾ. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളോടുമുള്ള ബന്ധങ്ങൾ, അതാണ് ഈ വിഭക്തികളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഭാവനകൾ, ഈ ഭാവന ശാശ്വതമാണോ? അല്ല. കാലബോധത്തോടു കൂടി അല്ലാതെ ഈ ഭാവനകളെ നമുക്ക് വ്യവഹരിക്കാൻ സാധിക്കുകയില്ല. ഇന്നലെ, ഇന്ന്, നാളെ എന്നതാണ് കാലബോധം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതിലൂടെ അല്ലാതെ നമുക്കൊരു അറിവുകളും പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല, ഒരു ആശയത്തെയും വിനിമയിക്കാൻ സാധിക്കുന്നില്ല. കാലബോധവും ദേശബോധവും വേണം. അപ്പൊ എവിടെ വെച്ച്, എപ്പോഴും കാലവുമായി ദേശവും. കാലദേശങ്ങൾ മാത്രം പോരാ, അതിനൊരു ചലനാത്മകത വേണമെങ്കിൽ അതിന് ക്രിയ വേണം. രാമൻ വീട്ടിലേക്ക് പൂർണ്ണമായില്ല, പോകുന്നു എന്ന് കൂടി ചേർന്നാൽ പൂർണ്ണമാണ്. അപ്പൊ ഇത്തരത്തിലുള്ളതായ ഈ പ്രപഞ്ചത്തിലെ സകല വ്യവഹാരങ്ങളെയും സകല വസ്തുക്കളെയും നമ്മളുമായി, ഞാനെന്ന ബോധവുമായി ബന്ധപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ കൊണ്ട് വിന്യസിക്കുന്ന സകല തരത്തിലുള്ളതായ ശബ്ദങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അല്ലെങ്കിൽ അതുമായി ഞാൻ ബന്ധം, ജീവനെ ചേർത്ത് വെക്കുന്നത് എന്തോ, അതിനെയാണ് വിഭക്തി എന്ന് പറയുക. വിശേഷണയുള്ള ഭക്തി. എല്ലാവർക്കും ഒരുപോലെയല്ല ഈ ഭാവം, അല്ലേ? വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാത്തിനോടും ഒരുപോലെ ഒരു ഭാവം നമുക്കുണ്ടാകുമ്പോൾ
അത് വിഭക്തി മാറി ഭക്തിയായി. എല്ലാവരോടും ഒരുപോലെ ഭാവം എങ്ങനെയാ വരിക? പക്ഷികളോട്, മൃഗങ്ങളോടും, കല്ലിനോടും, ആകാശത്തോടും, പുഴയോടും, മലയോടും, മനുഷ്യരോടും, സകലരോടും ഒരേ ഭാവം. അതാണ് സർവഭൂത സൗഹൃദ ഭാവം. ആ സർവഭൂത സൗഹൃദ ഭാവത്തെയാണ് ഭക്തി എന്ന് വിളിക്കുക. അത് വരണമെങ്കിൽ എന്ത് വേണം? സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന ബോധം. വെറുതെ പറഞ്ഞാൽ പോരാ, നമുക്കത് അനുഭവിച്ച് ആനന്ദിക്കാൻ കഴിയും. അപ്പൊ സർവഭൂത സുഹൃദ്ഭാവമാണ് ഭക്തി ലക്ഷണം. ആ ഭക്തി ലക്ഷണം ഉണരാൻ വേണ്ടി നമ്മൾ പരിശീലനം ചെയ്യണം. എന്ത് പരിശീലനം? എല്ലാറ്റിലും ഈശ്വരനുണ്ട് എന്നതായ പരിശീലനം. അതെങ്ങനെ കിട്ടും? ഇത്തരത്തിലുള്ള കഥാശ്രവണങ്ങളിലൂടെ, തത്വോപദേശങ്ങളിലൂടെ, പൂജാതി അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് പക്വമാവുകയും ഈ താതാത്മ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെ ഭാഗവത തത്വത്തെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു തരുമ്പോൾ 7 ദിവസം എന്നത് അവിടെ പരീക്ഷത്തിൽ നിർദ്ദേശിക്കപ്പെട്ടതായ ഒരു കാലമാണ്. ഭക്തന്മാര് ഭാഗവതം അനുഷ്ഠിക്കുമ്പോൾ പ്രധാനമായും 2 വിധത്തിലാണ് ഭാഗവത യജ്ഞാനുഷ്ഠാനം. ഒന്ന് ധനാർത്ഥി, മറ്റൊന്ന് കൃഷ്ണാർത്ഥി. ധനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തിന് വേണ്ടി എന്നല്ല അർത്ഥം. ധനം എന്ന് പറഞ്ഞാൽ എല്ലാം ധനമാണ്. ജ്ഞാനം ധനമാണ്, വിദ്യ ധനമാണ്, അല്ലേ? സമ്പത്ത്, കീർത്തി, ആരോഗ്യം, ബലം, ഐശ്വര്യം, ഇങ്ങനെ എന്തൊക്കെ സങ്കല്പങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ സപ്താഹം അനുഷ്ഠിക്കുന്നത് അതിന് പറയാം ധനാർത്ഥി. ധനാർത്ഥികളായിട്ട് ഭാഗവതത്തെ പറയുക, കേൾക്കുക ഒക്കെ ചെയ്യുന്നു. അത് സകാമമാണ്, എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടിയ. ഒരു ക്ഷേത്രത്തിൽ സപ്താഹം നടത്തുമ്പോൾ അതിന് ഉദ്ദേശമുണ്ട്, അല്ലേ? എന്താ ഉദ്ദേശം? ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടുത്തെ ദേവതയുമായിട്ട് ബന്ധം അഭേദ്യമാവണം. ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കണം. ആ ദേശത്തിന് മുഴുവൻ, അവിടെ താമസിക്കുന്നവർക്ക് മുഴുവൻ ഐശ്വര്യാദികൾ എല്ലാം അനുഗ്രഹമായി കൊടുക്കത്തക്ക വിധം ദേവൻ പ്രസാദിക്കണം, അല്ലെങ്കിൽ ദേവി പ്രസാദിക്കണം. വരുന്നവരാണെങ്കിലോ 1-ാം ദിവസം വരാഹാവതാരം സങ്കല്പ പൂജയൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം ആചാര്യൻ പറയും എന്തെങ്കിലും തരത്തിലുള്ളതായ രോഗാദികൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീരാനും, ഭൂമിദോഷങ്ങളൊക്കെ തീരാനും നിങ്ങൾ പറന്നിറക്കൂ, ശർക്കരപ്പുറ നിറയ്ക്കൂ, പുഷ്പാഞ്ജലി കഴിക്കൂ, വരാഹ പുഷ്പാഞ്ജലി കഴിക്കൂ എന്നൊക്കെ പറയും. അപ്പൊ അത് അർത്ഥം തന്നെയാണ്. ഇനിയോ കൃഷ്ണാർത്ഥി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. അവർക്ക് കൃഷ്ണകഥ കേൾക്കണം. അതിനിപ്പോ ഇങ്ങനെ വേദി വേണമെന്നില്ല. ഉണ്ടോ? ഒരു വിളക്ക് വെച്ച് വേണമെങ്കിൽ തുടങ്ങാൻ വിളക്കില്ല എന്നുവെച്ചാലും കുഴപ്പമില്ല. വല്ല തീർത്ഥത്തിനും ഒന്നും ആരെങ്കിലും വേണം, ഭാഗവതം കേൾക്കണം, കൃഷ്ണനെ കിട്ടണം എന്ന് ആഗ്രഹം കൊണ്ടാണെങ്കിൽ ആ ഭാഗവതം പറയുന്നവർക്കോ കേൾക്കുന്നവർക്കോ ഈ വക ഒരു നിയമങ്ങളും ബാധകമല്ല. ഏത് വിളക്ക് വേണമെന്നോ പൂജ വേണമെന്നോ ഒന്നും നിർബന്ധമല്ല. 7 ദിവസം കൊണ്ട് വേണമെന്നോ അതുമില്ല. ആനന്ദത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുക, ആനന്ദത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുക. അതാണ് കൃഷ്ണാർത്ഥികളായിട്ട് ഭാഗവതത്തെ ശ്രവിക്കുക, പറയുക ഒക്കെ ചെയ്യുക. അവിടെ ഭാഗവതത്തിന്റെ വിധി എന്ന് പറയുന്നത് പ്രേമം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഇനി ധനാർത്ഥികളായി ചെയ്യുമ്പോഴും 7 ദിവസം കൊണ്ട് ചെയ്യാം, 12 ദിവസം കൊണ്ട് ചെയ്യാം, 1 മാസം കൊണ്ട് ചെയ്യാം, 1 വർഷം കൊണ്ട് ചെയ്യാം. അപ്പോൾ അവിടെ കഥ പറയുന്ന രീതി, അതിന്റെ പാരായണത്തിന്റെ രീതി, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ശ്രോതാക്കളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് അനുഗുണമാവുന്ന രീതിയിൽ ഭാഗവതം കേൾപ്പിക്കുക. അതാണ് സപ്താഹം. ചില ആളുകളൊക്കെ പറയും ഭാഗവത സപ്താഹമൊക്കെ നടത്തുമ്പോൾ അതിൽ ഓരോ ആചാര്യന്മാർ വന്നിട്ട് ഗോവർദ്ധന പൂജ നടത്തുന്നു,
വലിയ മണ്ണുകൊണ്ട് ഗോവർദ്ധന പർവ്വതമൊക്കെ ഉണ്ടാക്കി അതിൽ വിളക്കൊക്കെ വെച്ച് പൂജ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് അതിന് പുഷ്പം സമർപ്പിക്കുന്നു. വേറെ ചില ആളുകൾ കൃഷ്ണനെ വേഷം കെട്ടിച്ച് കുചേലനെ കൊണ്ടുവന്നു അവരെ കൊണ്ട് വേഷം കെട്ടിച്ച് നാടകം പോലെയാക്കുന്നു. വേറെ ചില ആൾക്കാർ തൂണും പിളർന്ന് നരസിംഹത്തിനെ കൊണ്ടുവന്ന് ഹിരണ്യകശിപുവിനെ കൊല്ലുന്നത് പോലെ നാടകമായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആവശ്യമുണ്ടോ, ഇതൊന്നുമല്ല ഭാഗവതം ജ്ഞാനമാണ് എന്ന് പ്രസംഗിക്കുന്ന ചില മഹാന്മാരായിട്ടുള്ള ആളുകൾ. ആ മഹാന്മാർക്ക് അത് ശരിയായിരിക്കാം. നമ്മളൊന്നും മഹാന്മാരല്ലല്ലോ. ഇവിടെ കൃഷ്ണനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തല കൊടുക്കാമെന്നല്ലാതെ അത് അനുഭവിക്കാൻ നമുക്ക് വഴിയുണ്ടോ? ഇല്ല. അത് അനുഭവിക്കാൻ കഴിയുന്നവരായിരിക്കും ഭാഗവതം കേൾക്കുമ്പോഴേക്കും ഒന്നും വേണ്ട എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയുള്ളവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്കന്ദപുരാണത്തിൽ അടക്കം വരാഹപുരാണം മുതലായിരിക്കുന്ന പുരാണങ്ങളുണ്ട്. ഗോവർദ്ധന പൂജ വളരെ വിശേഷമായിട്ടുള്ള പൂജയായിട്ട് തന്നെയാണ് പറയുന്നത്. അത് അവിടെ ചെന്ന് ആ പർവ്വതത്തെ പൂജിക്കൽ മാത്രമല്ല, സാങ്കല്പികമായി ആ പർവ്വത സ്വരൂപത്തെ എടുത്ത് അതിനെ ഉണ്ടാക്കി അതിനെ പൂജിച്ചാലും അത് ഗോവർദ്ധന പൂജ തന്നെയാണ്. കാരണം പാർത്ഥിവ ശിവലിംഗ പൂജ വിധാനം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ എവിടെ ഇരുന്ന് ശിവനെ പൂജിക്കാൻ ആഗ്രഹിക്കുന്ന അവിടെ മണ്ണുവാരി മാറോട് ചേർത്ത് ലിംഗസ്വരൂപമാക്കി അതിൽ അർച്ചന ചെയ്താലും അത് ശിവപൂജ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്നതായി ഈശ്വരഭാവങ്ങളെ മുഴുവൻ പ്രതീകാത്മകമായി പൂജിക്കുക എന്നത് നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും വന്നു ചേരുന്ന കാര്യം തന്നെയാണ്. നമുക്കെങ്കിലേ നമുക്ക് അതിന് മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കൂ എങ്കിൽ ആ അലങ്കാരങ്ങളോടുകൂടി സർവവിധ തരത്തിലുള്ളതായ ഉപചാരങ്ങളോടുകൂടി അതൊക്കെ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അല്ല, തെറ്റുണ്ടാവും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ വഴികൾ കൂടിയാണ് ഇതെല്ലാം. അപ്പൊ ആചാര്യന്മാര് അവരവരുടെ ഭാവനകൾക്കനുസരിച്ച് കഥകളെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാനാണ് പരിശ്രമിക്കുന്നത്. അതിനെ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അതിനെങ്കിലും വിമർശിക്കേണ്ട കാര്യം എന്താ? വിമർശിക്കുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ അതീതരായ ജ്ഞാനം നേടിയവരാണ് എന്ന തോന്നലുള്ളത് കൊണ്ടാണ്. പക്ഷെ സാധാരണ ക്ഷേത്രങ്ങളിൽ വന്ന് പോകുന്നവരായിരിക്കുന്ന സാധാരണക്കാരായ നമ്മളൊക്കെ ഈ മഹാജ്ഞാനം നേടിയവരാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ വരേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? പിന്നെ എന്തിനാണ് ഈ മഹാജ്ഞാനം നേടിയവർ അമ്പലത്തിലേക്ക് വരുന്നതെന്ന് മാത്രമേ മനസ്സിലാവാത്തൂ. ഭക്തരെ കളിയാക്കാനും ഭക്തർ ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തോ ഈ സംസ്കൃതിയിൽ എന്തെങ്കിലും നവോത്ഥാനങ്ങൾ ഉണ്ടാക്കാനാണ് എന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ നടക്കുന്നൊരു കാര്യമല്ല. 1ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കയറണ്ടേ, 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് കയറണ്ടേ, അതുകൊണ്ട് ഭാഗവത സപ്താഹം നടത്തുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തിയാലും പിന്നെ കുറെ കഴിഞ്ഞ് ജ്ഞാനാത്മകമാവണം എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ ഓരോ സപ്താഹ വേദിയിൽ പോകുമ്പോഴും അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകള് കഴിഞ്ഞ വർഷം ഭാഗവതം കേട്ട് വന്നിരിക്കുന്ന ആളുകള് അവരോട് കഴിഞ്ഞ വർഷം പറഞ്ഞ കഥയിൽ ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു ഒന്നുപോലും ഓർമ്മയില്ലാത്തവരാണ് അല്ലേ. ഇനി അത് മാത്രമല്ല, പുതിയ കുട്ടികൾ വരുന്നു, പുതിയ ആളുകൾ വരുന്നു. അനുനിമിഷം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സദസ്സുകളാണ് യഥാർത്ഥത്തിൽ പുരാണ കഥാശ്രവണ സദസ്സുകൾ. അവിടെ നമുക്ക് ഈ ആളുകൾക്ക് വന്നു ചേരുന്നവരായ അനവധി ആളുകൾ, അവരുടെയൊക്കെ മനസ്സിൽ അനവധി സങ്കല്പങ്ങളുണ്ട് അല്ലേ. എല്ലാവരും ജ്ഞാനം ഉണർന്ന് മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾക്ക് മോക്ഷം വേണോ? മോക്ഷം വേണമെങ്കിൽ അതിന് പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭാഗവത സ്വരൂപമായി തീർന്നത് തന്നെ എന്തിനാണെന്ന് ഉദ്ധവര് പറയുകയാണ്. നോക്കൂ, മോക്ഷം ആഗ്രഹിക്കാത്ത ആളുകളുണ്ടല്ലോ ഈ ലോകത്ത്, അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോഴാണ് അതിനാണ് ഭാഗവതം. മോക്ഷത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചവരായ ആളുകള്, അങ്ങനെ പ്രവർത്തിക്കുന്നവരായ ആളുകളുണ്ടെങ്കിൽ ആ പ്രവൃത്തിയിൽ മുഴുകിക്കോട്ടെ. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അതുകൊണ്ട് എന്താ കാര്യമെന്നോ പോലും അറിയാത്തവരായ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അവർക്ക് വേണ്ടി ഭാഗവതം കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് പിന്നെ പുത്രകളത്രാദി സംസാര ദുഃഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും? ഭാര്യ പുത്രധനം
ഇതൊക്കെ വലിയൊരു ഭാരമാണെന്നും ഇതൊക്കെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോകലാണ് ജീവിതത്തിന്റെ ആനന്ദമെന്നും പറയുന്നതിൽ എന്ത് യുക്തിയാണ്? അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഭാഗം. അങ്ങനെ പോയവരായ ആളുകളെ കുറിച്ച് പറഞ്ഞ ആ പോയവരൊക്കെ തിരിച്ച് ഇവിടേക്ക് വരികയാണ് ചെയ്തത്. വീണ്ടും സ്വകർമ്മങ്ങളിലേക്ക്, സ്വധർമ്മങ്ങളിലേക്ക്, അവനവൻ ഉത്തരവാദിത്തങ്ങളിലേക്ക്. അതെങ്ങനെ ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്? എല്ലാം ഉപേക്ഷിച്ച് വന്ന ഗോപികമാരോട് ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു രൂപത്തിൽ അവതരിച്ചതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് ബന്ധം വരാതിരിക്കാനും അമതാബോധത്തിൽ നിന്നുള്ള ദുഃഖത്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ പിഴവുകൾ പറ്റാതിരിക്കാനും എന്നെ സ്മരിച്ചുകൊണ്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്യൂ, എന്റെ ഇച്ഛയാണത് എന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർമ്മങ്ങളിൽ വ്യാപൃതരാകും എന്നാണ് ഭഗവാന്റെ ഉപദേശം. രാസഗീത വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എല്ലാവരും വീടുപേക്ഷിച്ച് കർമ്മങ്ങൾ ഉപേക്ഷിച്ച് എന്റെ ഒപ്പം വരൂ എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്. എന്നെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ അവരവരുടേതായ കർമ്മങ്ങളിലേക്ക് വ്യാപൃതരാകും എന്നാണ് പറഞ്ഞത്. ബ്രഹ്മാവിനെ സൃഷ്ടിയിലേക്ക് വ്യാപൃതരാക്കുന്നു, രുദ്രനെ സംഹാരത്തിലേക്ക് വ്യാപൃതരാക്കുന്നു, രാജാക്കന്മാരെ രാജ്യഭരണത്തിലേക്ക് വ്യാപൃതരാക്കുന്നു, ഋഷീശ്വരന്മാരെ തപസ്സിലേക്കും യജ്ഞങ്ങളിലേക്കും വ്യാപൃതരാക്കുന്നു ഭഗവാൻ. എന്നിട്ടോ സ്വയം ഈ പ്രപഞ്ചം ഭഗവാനാണ് എന്നാണ് ഭാഗവതം ഉപദേശിച്ചത്. ജഗൃഹേ പൗരുഷം രൂപം. ഭഗവാന്റെ ആദ്യത്തെ അവതാരം ഏതാ? നമ്മൾ പറയും എണ്ണമെടുക്കും മത്സ്യം, പൂർണ്ണ വരാഹ നരസിംഹ വാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കലിക്ക്. അപ്പൊ മത്സ്യം ആദ്യത്തെ അവതാരം എന്ന് പറയും. നമ്മളത് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്രമം കിട്ടാൻ വേണ്ടി ഒക്കെയാണ് അങ്ങനെ ഒരു ക്രമം ഉണ്ടാക്കിയത്. അല്ലാതെ ഈ അവതാരങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്രമമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ യുഗങ്ങളിലും പല അവതാരങ്ങളും ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി. ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചമായി പരിണമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചമായി പരിണമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? പ്രപഞ്ചത്തിൽ ഭഗവാൻ അല്ലാത്തതായി വരുന്നുണ്ടോ? ഉണ്ടോ? കല്ലും മണ്ണും സർവ്വചരാചരങ്ങളും ഭഗവാൻ തന്നെ എന്നാണ്. ഞാനും എല്ലാം അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്നിങ്ങനെയുള്ള വേദാന്ത വാക്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്തിനെ മുഴുവൻ ബോധിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ഈശ്വരനാണ്, എല്ലാം കൃഷ്ണനാണ്. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിരി ശബ്ദതേ. ഭാഗവതം അത് കൃഷ്ണനായി പറയുമ്പോൾ ശിവപുരാണം ശിവനായി പറയുന്നു. ദേവി ഭാഗവതം അത് സാക്ഷാത് ജഗദംബികയായി പറയുന്നു. ആ ബ്രഹ്മം ഈശ്വരൻ, ജഗത്തിന്റെ കാരണം എന്ന അർത്ഥത്തിലാണ് ഈശ്വരൻ എന്ന വ്യവഹാരം. ആ ഈശ്വരനെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും കാണുവാനുള്ള സ്വാതന്ത്ര്യം ആരാധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും. അത് ആരാധിക്കാൻ ക്ഷേത്രത്തിൽ പോയി ആരാധിക്കണം, വീട്ടിലിരുന്ന് ആരാധിക്കണം, കാട്ടിൽ തപസ് ചെയ്ത് ആരാധിക്കണം, ധ്യാനിച്ച് ആരാധിക്കണം, തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ആരാധിക്കണം. ഇതൊക്കെ അവരവർക്ക് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് ഈ ഹൈന്ദവ ധർമ്മം നിലനിൽക്കുന്നത്. പിന്നെ സ്കന്ദപുരാണത്തിലെ ഭാഗവത മഹാത്മ്യം പറയുന്ന ഒരു കാര്യം, ഭാഗവതം കേൾക്കുമ്പോൾ ശ്രോതാക്കൾ, കലികാലത്ത് പൊതുവെ 2 തരം ശ്രോതാക്കൾ ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭാഗവതം പറയുന്നവര്, ഭാഗവത യജ്ഞം സംഘടിപ്പിക്കുന്നവര് ഒക്കെ അതിന് മുതിരാനാണ്. എന്താണ്? ഒന്ന് അപരന്മാര്, മറ്റൊന്ന് പ്രബലന്മാര്. ഇതാണ് 2 തരത്തിലുള്ളതായ ശ്രോതാക്കൾ. ഈ പ്രബലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരാണ്. ആ ശ്രദ്ധ 4 തരത്തിലാണ്. ചാതകം, ഹംസം, ശുകം, മത്സ്യം. 4 തരത്തിൽ ഭാഗവതത്തെ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ചാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടാമ്പലാണ്. ഹംസം അരേന, ശുകം തത്ത, മത്സ്യം. ഇങ്ങനെ 4 തരം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ 4 സ്വഭാവമാണ് ശ്രോതാക്കൾ. വേടാമ്പര് ശുദ്ധമായ
മഴവെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരു പക്ഷിയാണെന്നാണ് കവിസങ്കല്പം. അപ്പൊ അതുപോലെയാ പറഞ്ഞു. ചില ശ്രോതാക്കൾ അങ്ങനെയാണ്, ഭാഗവതം മാത്രം കേട്ടാൽ മതി, വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് അറിയുന്നത്. അങ്ങനെയുള്ള ശ്രോതാക്കൾ. ഇനി ഹംസ എന്തൊക്കെ പറഞ്ഞാലും പാലും വെള്ളം കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പാല് മാത്രം കുടിക്കുന്നു അരയന്നങ്ങൾ എന്നാണ് കവിസങ്കല്പം. അതേപോലെ തങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടതായ കൃഷ്ണതത്വങ്ങളെ മാത്രം സ്വീകരിക്കുന്നവരായിട്ടുള്ള ആളുകൾ. ആചാര്യൻ എന്ത് കഥയാണ് പറഞ്ഞത്, അതിൽ നിന്നൊക്കെ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭക്തി ഉണർത്തുന്ന, ആനന്ദം ഉണർത്തുന്ന സാരത്തെ മാത്രം ഗ്രഹിക്കുന്നവരായ ശ്രോതാക്കളാണ്. ശുഖം പക്വമായവ മാത്രം ഭക്ഷിക്കുന്നവരാണത്രേ തത്തകൾ. കവിസങ്കല്പമാണ് ഇതൊക്കെ. ഇനിയിപ്പോ ഇതൊക്കെ കൊണ്ടുവന്ന് ശാസ്ത്രീയമായിട്ട് തത്ത അങ്ങനെയല്ലല്ലോ, അറിയാൻ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ തർക്കിക്കുന്ന യുക്തിവാദികളായിട്ട് മാറണ്ട. കവിസങ്കല്പങ്ങളാണ്. പക്വമായത് മാത്രം കഴിക്കുന്ന തത്തകളെ പോലെ സാരവത്തായ നല്ല ഫലമുള്ള, പക്വമായ പഴുത്ത ഫലം ഭുജിക്കുന്നത് പോലെ പറയുന്ന കഥകളെ, അതിലെ ഏറ്റവും പക്വമായത്, പൂർണ്ണമായ തത്വങ്ങൾ ഉള്ളത് മാത്രം ഗ്രഹിക്കുന്നവരായ ശ്രോതാക്കൾ. ഇനിയുള്ളവരോ മത്സ്യത്തെ പോലെ കണ്ണു തുറന്നിങ്ങനെ കേട്ടിരിക്കുന്ന ആൾക്കാർ. അവരൊന്നും ഉപേക്ഷിക്കുന്നില്ല, എല്ലാറ്റിലും ആ ഭഗവാനെ കാണുക. മത്സ്യത്തെ പോലെ. മത്സ്യങ്ങൾ അങ്ങനെയാണ്, ഇമകളില്ലാത്ത ജീവികൾ. അപ്പൊ കണ്ണും പിടിച്ച് എല്ലാവരും ഇങ്ങനെ ആനന്ദത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി ഇങ്ങനെ കേട്ടിരിക്കുന്നവരായിരിക്കും മത്സ്യം. ഇവരാണ് പ്രബല എന്ന വിഭാഗത്തിൽപ്പെട്ടവർ, ശ്രേഷ്ഠരായിരിക്കുന്ന ശ്രോതാക്കൾ. ഇനി അമരന്മാരുണ്ട്, അതിന്റെ വിപരീതമാണ്. അവര് 4 തരാണ്. മൃഗം എന്ന് പറഞ്ഞ ചെന്നായ, ഭൂരുണ്ടൻ എന്ന് പറഞ്ഞ പക്ഷി, കൂട്ടമായിട്ട് താമസിക്കുന്ന പക്ഷികളിൽ പെട്ടതാണ് ഭൂരുണ്ട. വൃഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്. ഉഷ്ടം എന്ന് പറഞ്ഞാൽ ഒട്ടൻ. അങ്ങനെയുള്ള ശ്രോതാക്കളുണ്ട്. അത് ഇവർക്കിടയിൽ അതാരാത് ചെന്നായ്ക്കളെ പോലെ. ചെന്നായ്ക്കളുടെ സ്വഭാവം അതാത്ര, മറ്റുള്ളവരെ കൂടി കേൾപ്പിക്കാൻ സമ്മതിക്കില്ല. അതേമാതിരി അവിടെ വന്നിരുന്ന് ബഹളം വെച്ച് നന്നായി കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ മത്സ്യങ്ങളും ഹംസങ്ങളും തത്തകളും പേഴാമ്പലികളൊക്കെ കേൾക്കുന്നതിന്റെ ഇടയിൽ ഈ ചെന്നായ്ക്കൾ പറഞ്ഞ എന്താ കഥ? അങ്ങനെയുള്ള ചെന്നായ്ക്കളെ പോലെയുള്ള ചില ശ്രോതാക്കളുണ്ട്. അവരാണ് അപരന്മാർ, യോഗ്യതയില്ലാത്തവരാണ്. പിന്നെ ഭുരുണ്ടകള് പക്ഷികളെ പോലെയുള്ളവരാണ്, ഒരുമിച്ച് വസിക്കുന്ന പക്ഷികളെ പോലെ. അവര് വന്നിട്ട് ഇങ്ങനെ കേൾക്കണ ആൾക്കാരെ ചെയ്യില്ലേ, അത് തോടുണ്ടായിരുന്ന മുന്നിൽ കണ്ടു, പൂജാരി അവിടെ കണക്ക് കെട്ടിരുന്നു, കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ കലപില പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷികളെ പോലെയുള്ള നമ്മുടെ ശ്രോതാക്കൾ. ഞാൻ ഇതൊന്നും നിങ്ങളെ അല്ലാട്ടോ പറയുന്നത്, സ്കന്ദപുരാണത്തിലെ മഹാത്മകഥയാണ്. ആചാര്യൻ ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഞാൻ ഇങ്ങനെ ഒരിക്കലും ഒരു വേദിയിലും ശ്രോതാക്കളെ തരംതിരിക്കാത്തതാണ്. എനിക്ക് എല്ലാവരും ബന്ധപ്പെട്ടവരാണ്. എനിക്ക് ചെന്നായ്ക്കളെ ഇഷ്ടമാണ്, പക്ഷികളെ ഇഷ്ടമാണ്. കാള, വൃക്ഷം, അതിന്റെ സ്വഭാവം കിട്ടണമെന്നൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അവിടെ എന്തെങ്കിലും പറയണ ഒന്നും അകത്തേക്ക് പോവില്ല, അവനോട് ഗുണവുമില്ല. അങ്ങനെയുള്ള സ്വഭാവം കാളയപ്പോ. പിന്നെയുള്ളതോ ഉഷ്ട്രങ്ങള്, അവരെ എനിക്കും പേടിയാണ്. എന്തൊക്കെ നല്ല തളിർത്ത പുല്ലുണ്ടെങ്കിലും, എന്ത് നല്ല പഴുത്ത നല്ല ഫലങ്ങളുണ്ടെങ്കിലും ഇതൊന്നും കാണാണ്ട് മുള്ളുള്ള ചെടി നോക്കി കടിച്ച് ചവച്ചിരിക്കും. പറയുന്നതിന് നല്ലത് എത്രയുണ്ടെങ്കിലും നല്ലത് കാണില്ല, എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അത് മാത്രം കേൾക്കും. എന്നിട്ട് അത് ശരിയല്ല, ആചാര്യം തെറ്റി എന്ന് പറയുന്ന കുറെ ആൾക്കാർ. അവരാണ് ഉഷ്ട്രങ്ങൾ, ഒട്ടകങ്ങളെ പോലെ.
ഈ അടുത്ത കാലത്ത് തെക്കൻ ഭാഗത്ത് പോയിട്ടൊരു വിഷ്ണുപുരാണായിരുന്നു. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പിലും പിടിച്ച് കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പാരായണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ആൾക്കാരിൽ ഒരാൾ, അതിന് നേതാവെന്ന് തോന്നുന്ന ഒരാൾ എഴുതി ചാടി വന്നു. അതെ, നിങ്ങൾക്ക് പുസ്തകം മാറിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ ദേശം നിങ്ങളെ വായിക്കണ പുസ്തകം മാറി, ആൾക്കാരെ പറ്റിക്കാൻ നല്ല ചെയ്ത. അപ്പൊ ഞാൻ അതെ എന്താ പറയുക പുസ്തകം, ഞാൻ എനിക്ക് പുസ്തകം മാറിയിട്ടില്ല, നിങ്ങൾക്ക് മാറിയിട്ടു, ഞങ്ങൾക്ക് മാറി. ഞങ്ങൾ കാലങ്ങളായിട്ട് വായിക്കുന്ന പുസ്തകമാണ് ഭാഗവതം. ഭാഗവതം കയ്യിൽ വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളോട് പുസ്തകം മാറി എന്ന് പറയും. നിങ്ങൾ നോട്ടീസ് വായിച്ചു ചോദിച്ചു. നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്നത് ശ്രീ വിഷ്ണുപുരാണ മഹായജ്ഞം എന്നാണ്. വിഷ്ണുപുരാണ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് ഭാഗവതം തുറന്നു വെച്ചിട്ട് ആചാര്യന്മാര് വായിക്കുന്ന പുസ്തകം ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ശ്രദ്ധ. യഥാർത്ഥ ശ്രോതാവ്, യഥാർത്ഥ വക്താവ് എങ്ങനെ ആയിരിക്കണം എന്ന് കൂടി സ്കന്ദപുരാണം പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയാലോന്നിട്ട് തോന്നി. കാരണം ഭാഗവതത്തിൽ വളരെയധികം നിഷ്ഠകൾ പറയുന്നുണ്ട്. ആഹാരനിഷ്ഠ, ശീലനിഷ്ഠ, അങ്ങനെ അനവധി കാര്യങ്ങൾ പറയും. ആചാരശീലം, ഗുരുവിന് അഭിമുഖമായിരുന്ന് കേൾക്കുന്നവര്, ശ്രോതാക്കളുടെ ലക്ഷണമാണ് പറയുന്നത്. സർവാശ്രയഭാവത്തോടു കൂടി കേൾക്കുന്നവര്, ചിന്താശീലര്, യുക്തമായ സമയത്ത് യുക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവര്, ഇങ്ങനെയായിരിക്കണം ശ്രോതാക്കൾ. വക്താവോ, അപേക്ഷയില്ലാത്തവർ, സുഹൃദ്ഭാവം എല്ലാറ്റിനോടും ഒരുപോലെ കാണിക്കുന്നവര്, ദീനാനുകമ്പയുള്ളവര്, പല വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നവര്, ഇങ്ങനെയൊക്കെയുള്ളവരാവണം പറഞ്ഞു കൊടുക്കുന്നവര്. എന്തായാലും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ശ്രോതാക്കളെ, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ആചാര്യനെ ഇതുവരെ കണ്ട് കിട്ടാത്ത നിലയ്ക്ക് ഞാനിപ്പോൾ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഏൽപ്പിച്ച കാര്യം ചെയ്യുന്നു, ബാക്കിയൊക്കെ ഭഗവാൻ തരട്ടെ എന്നുള്ള ഭാവത്തോടു കൂടി, സ്വഭാവമായ ബുദ്ധിയുടെ വികാസമായ, പറയാനുള്ള കഴിവായ, ഇതൊക്കെ ഭഗവാൻ തന്നെ തരണം. കാരണം ഭഗവാന്റെ കഥകളാണ് എന്ന സർവാശ്രയഭാവം മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് ആചാര്യസ്ഥാനത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് സ്കന്ദപുരാണത്തിലെ മാഹാത്മ്യം നമുക്ക് വിശദമായി പറഞ്ഞു തരുന്ന ഭാഗവതത്തിന്റെ രൂപം. ഈ സ്കന്ദപുരാണം എന്ന് പറയുന്നത് 7 ഖണ്ഡങ്ങളോടുകൂടിയ വളരെ മനോഹരമായിരിക്കുന്ന ആഖ്യാന രീതികളോടുകൂടിയ ഒരു പുരാണമാണ്. ആ സ്കന്ദപുരാണത്തിന്റെ പ്രത്യേകത ശൈവ, ശാക്തേയ, വൈഷ്ണവ തത്വങ്ങളും തീർത്ഥങ്ങളും എല്ലാം ഉൾച്ചേർന്നതാണ്. നമ്മൾ വായുപുരാണവും ശിവപുരാണവും ശിവപുരാണം പൂർണ്ണമായി നാളെ വായുപുരാണത്തിൽ ഒരു അധ്യായം മാത്രമാണ് ബാക്കി വെച്ചിരിക്കുന്നത്. അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ ആ പുരാണം സമർപ്പിക്കും. നാളെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ സ്കന്ദപുരാണത്തിലെ ആശയങ്ങളെ, ഇതുവരെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇത്രയും ദിവസം കേട്ടതെല്ലാം ഉൾക്കൊണ്ട് പറയാൻ കഴിയുന്ന ഒരു പുരാണമായതുകൊണ്ട് ആ സ്കന്ദപുരാണത്തിലൂടെ നമ്മുടെ 78ാം സ്വാതന്ത്ര്യ ദിനമല്ലേ ആയിരുന്നു അല്ലേ? ആ സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞ് പിറ്റേ ദിവസമായ നാളെ പ്രഭാതത്തിൽ നമുക്ക് ഭാരതമെന്ന് മുന്നിൽ ചുറ്റിയെടുക്കും. ഭാരതഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് ഇത്തവണ ഈ പുരാണം ഭഗവാന് മുന്നിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുണ്ടോ? അപ്പൊ നാളത്തെ ഈ പുണ്യഭൂമിയായ ഭാരതാംബയെ പ്രദക്ഷിണം ചെയ്യുന്ന പ്രവചനത്തോടുകൂടി ഈ പുരാണ പാരായണം ഇവിടെ സമർപ്പിക്കും. ഒരു ദൗത്യം എനിക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾ പറയണം. സമയം വൈകും. 12 ജ്യോതിർലിംഗങ്ങളിൽ 3 ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് കൂടി വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പറയാം. ചുരുക്കി പറഞ്ഞ് നമുക്ക് ആ പ്രദക്ഷിണം പൂർത്തിയാക്കാം. അതല്ലേ വേണ്ടത്? കുഴപ്പമുണ്ടോ? ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കുന്നത്
ഞാൻ എൻ്റെ ധർമ്മം പൂർത്തിയാക്കും. നമ്മൾ കേട്ടത് സോമനാഥ ജ്യോതിർലിംഗം, അതിന്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചന്ദ്രന് ക്ഷയം വന്ന കഥ, ദക്ഷശാപത്തിന്റെ കഥ. ചന്ദ്രൻ തൻ്റെ ആ ക്ഷയരോഗത്തെ നിവാരണം ചെയ്തത് ഈ പ്രഭാസതീർത്ഥത്തിന്റെ അരികത്തുള്ളതായ, നമ്മൾ ഈ കഥ തുടങ്ങിയപ്പോൾ പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വദേഹം പരിത്യജിച്ച ദേവോത്സവം എന്ന് പറയുന്ന തീർത്ഥത്തിന്റെ അരികത്ത് തന്നെയാണ് ഈ സോമനാഥ ജ്യോതിർലിംഗമുള്ളത്. ഗുജറാത്ത് സംസ്ഥാനത്തിൽ പ്രഭാസ് പട്ടണത്തിലാണ് ഈ പ്രഭാസ തീർത്ഥത്തിന്റെ അരികത്താണ് സോമനാഥ തീർത്ഥം. രണ്ടാമത് നമ്മൾ കേട്ടത് മല്ലികാർജുനം എന്നതായ സുബ്രഹ്മണ്യന്റെ പരിഭവം. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭൂമണ്ഡല പ്രദർശനത്തിൽ പോയ സുബ്രഹ്മണ്യൻ തിരിച്ചു വന്നപ്പോഴേക്കും ഗണപതിയുടെ കല്യാണം കഴിഞ്ഞതും അതിന് പരിഭവിച്ച് ക്രൗഞ്ചപർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്നു എന്നും ശങ്കരനും പാർവതീദേവി മകനെ കാണാൻ വേണ്ടി വന്ന അവിടെ ലിംഗസ്വരൂപമായി അതാണ് കിരാതാർജുന ലിംഗം, മല്ലികാർജുന ലിംഗം എന്നുള്ള ആ കഥ നമ്മൾ കേട്ടു. ഈ മല്ലികാർജുനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കൂണൂർ ജില്ലയിലാണ്. ഏതൊക്കെ സ്ഥലമാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് നോക്കി പറയുകയാണ്, വേണ്ടവരെ നോട്ട് ചെയ്തു. ആന്ധ്രാപ്രദേശിലെ കൂണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം. ശില്പകലയിൽ വളരെ മനോഹരമായിരിക്കുന്ന ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തേത് മഹാകാലക്ഷേത്രം. നമ്മൾ കേട്ടു ചന്ദ്രസേന രാജാവിന്റെ കഥ, നന്ദഗോപരുടെ പൂർവ്വജന്മത്തിന്റെ കഥയുമായി ബന്ധിപ്പിച്ചാണ് മഹാകാലക്ഷേത്രത്തിന്റെ ഐതിഹ്യം നമ്മൾ കേട്ടത്. വളരെ വിശേഷമായിരിക്കുന്ന ഈ മഹാകാലക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഞാൻ പറഞ്ഞിരുന്നു, ഉജ്ജയിനി എന്ന് പറയുന്ന നഗരമാണ്. അവന്തി എന്ന പേര് കൂടിയുണ്ട് ആ നഗരത്തിന്. അവിടെയാണ് മഹാകാലൻ സ്ഥിതി ചെയ്യുന്നത്. സംസ്കൃത മഹാകവികളിൽ കാളിദാസന്റെ വളരെ പ്രിയപ്പെട്ട പരദേവതയായിരുന്നു, ആരാധന മൂർത്തിയായിരുന്നു മഹാകാലൻ. കാളിദാസന്റെ എല്ലാ കൃതികളിലും ഈ മഹാകാള ക്ഷേത്രത്തെക്കുറിച്ചും ഉജ്ജയിനിയെ കുറിച്ചും ഒക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ളതായ സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാലാമത്തേത് ഓംകാരേശ്വരം എന്ന ക്ഷേത്രമാണ്. ആ കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അഗസ്ത്യ മഹർഷി ഉത്തര ദിക്കിൽ നിന്ന് ദക്ഷിണ ദിക്കിലേക്ക് യാത്രയാവുന്ന സമയത്ത് വിന്ധ്യപർവ്വതത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വിന്ധ്യപർവ്വതം തലകുനിച്ച് നിന്നത്. ആ വിന്ധ്യപർവ്വതം അഹങ്കാരത്തോടുകൂടി നാരദ മഹർഷിയോട് പറയുകയാണ്, എന്നിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, മുന്നിൽ ഒന്നില്ല എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചു? ഈ പ്രപഞ്ചത്തിൽ എത്ര ദേവതകളുണ്ട്, ഒരു ദേവതയുടെ പോലും സാന്നിധ്യം നിന്നിലില്ല എന്ന് പറഞ്ഞപ്പോൾ വിന്ധ്യപർവ്വതം സാക്ഷാത് മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴും മഹാദേവൻ എൻ്റെ നെറുകയിൽ സാന്നിധ്യം ചെയ്യണമെന്ന് വരം വാങ്ങി. അങ്ങനെ ശിവനെ പൂജിച്ച് ശിവന്റെ നിത്യസാന്നിധ്യം കൊണ്ട് പവിത്രമായി തീർന്ന വിന്ധ്യപർവ്വതത്തിന്റെ മുകളിൽ വിന്ധ്യന് പ്രത്യക്ഷ ദർശനം കൊടുത്ത രൂപമാണ് ഓംകാരേശ്വരം എന്നതായ ഭാവം. ഋഷീശ്വരന്മാരൊക്കെ യോഗഭാവത്തെ കൊണ്ടുകൊണ്ട് അവിടെ വർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാനെ സ്തുതിച്ച് ഭുക്തിപ്രദമാണ് ഈ ഓംകാരേശ്വരം. ഭുക്തിയും തരും, സുഖങ്ങളും തരും. അങ്ങനെയുള്ളതായ ഓംകാരേശ്വരം എന്നതായ ഈ ലിംഗം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ നർമ്മദാ നദീതീരത്താണ്. അമലേശ്വരം എന്നൊരു പേര് കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അഞ്ചാമത്തേത് കേദാരേശ്വരമാണ്. വളരെ പ്രസിദ്ധമാണ്. ഈ കേദാരേശ്വരത്തിന്റെ മഹിമയുമായി ബന്ധപ്പെട്ട കഥയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നരനാരായണന്മാര് തപസ് ചെയ്തിരുന്നതാണ്. അവിടെ വെച്ചിട്ടാണ് പാണ്ഡവന്മാര് വനവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു മഹിഷത്തിന്റെ രൂപത്തിൽ പാണ്ഡവന്മാർക്ക് ദർശനം കൊടുത്തു. ആ മഹിഷത്തെ കണ്ടപ്പോൾ തന്നെ ധർമ്മപുത്രർ പറഞ്ഞു, ഇത് മഹാദേവനാണ്. ആ മഹാദേവനെ വേഗം ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണം. ആ മഹാദേവന്റെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ഈ മഹിഷം അവർക്ക് ഓടിപ്പോവാൻ നോക്കിയപ്പോൾ പാണ്ഡവരൊക്കെ കൂടി പിടിച്ചു നിർത്തി ഭഗവാൻ ആ രൂപത്തിൽ തന്നെ അവിടെ സാന്നിധ്യം ചെയ്തു. അതിനൊരു പ്രത്യേകത കൂടി ആ സ്ഥാനത്തിനുണ്ട് എന്ന് പറയും. ഈ ബദര്യാശ്രമം പൂജകളിൽ എപ്പോഴും ശംഭു സാന്നിധ്യത്തോടു കൂടിയതായ സ്ഥാനമാണ്. ബദരീവനത്തിലെ രുദ്രാക്ഷമാല അത് വളരെ വിശേഷമാണ്, ലോകപ്രസിദ്ധമാണ്. ഇങ്ങനെ കേദാരേശ്വരം എന്ന് പറയുന്നതായ ഈ ലിംഗം വർഷത്തിൽ 6 മാസം നട തുറക്കുന്ന കേദാർനാഥ് എന്ന് പറയുന്ന ക്ഷേത്രം തന്നെയാണ്. ഇപ്പോൾ ഇത്രയും കാലം അവിടെ പൂജ ചെയ്തിരുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു
പുരോഹിതരായിരുന്നു. ഈ വർഷവും ഇപ്പോഴും ഉത്തരാഖണ്ഡ് മഞ്ഞ് മൂടി കിടക്കുന്നതായ സ്ഥലം. ബദരീനാഥിലെ പൂജാരിയാണ് ഈ പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള റാവൽജി എന്ന സ്ഥാനപ്പേരോടുകൂടി അദ്ദേഹം. ഇവിടേക്കുള്ളതായ ദ്വാരമാണ് ഹരിദ്വാരം. സകല ഭക്തിഭാവനകളിലേക്കുമുള്ള കവാടമായിട്ടാണ് ഹരിദ്വാരം പറയുന്നത്. ഹരിദ്വാരത്തിൽ നിന്നുള്ള യാത്ര അത് ഈ പറഞ്ഞതായ പുണ്യ സ്ഥാനങ്ങളിലേക്ക് അതിലൂടെയൊക്കെ സഞ്ചരിച്ച് കൈലാസം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്ന് ഈ സ്കന്ദപുരാണം ഘോഷിക്കുന്നു. ബദര്യാശ്രമം നരനാരായണന്മാരുടെ ഇടമായിട്ടാണ് പറയുന്നത്. ഇനി ആറാമത്തെ ലിംഗമാണ് ഭീമേശ്വര ജ്യോതിർലിംഗം. ഭീമാസുരൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വിഷ്ണുവിനേക്കാളും ബലം നേടി. ഈ ഭീമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കടി എന്ന പേരുള്ള ഒരു രാക്ഷസിയുടെ മകനാണ്. ഈ കർക്കടിയിൽ കുംഭകർണന് ജനിച്ച പുത്രനാണ് ഭീമൻ. ഈ കർക്കടിയാകട്ടെ കർക്കടിയുടെ ആദ്യത്തെ ഭർത്താവ് വിരാധൻ എന്ന് പറയുന്ന രാക്ഷസനായിരുന്നു. രാമായണം വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വിരാധനെ സാക്ഷാത് ശ്രീരാമചന്ദ്രസ്വാമി വധിക്കുകയാണ് ചെയ്തത്. വിരാധവധം കഴിഞ്ഞ് ഏകയായി കഴിഞ്ഞിരുന്നതായി കർക്കടിയെ പിന്നീട് കർക്കടന്റെയും ഉൽക്കസന്റെയും പുത്രനായിരിക്കുന്ന കർക്കടിയെ കുംഭകർണൻ സമാശ്വസിപ്പിച്ച് തന്റെ ധർമ്മപത്നിയായി. അങ്ങനെ കർക്കടിയിൽ കുംഭകർണന് ഭീമൻ എന്ന അസുരൻ ജനിച്ചു. ലങ്കയിലേക്ക് പോയ ഭീമൻ പിന്നെ തിരിച്ചു വന്നില്ല. കുംഭകർണൻ പിന്നെ തിരിച്ചു വന്നില്ല. ശ്രീരാമന്റെ കൈകൊണ്ട് മരിച്ചു. ഈ കഥകളൊക്കെ കേട്ട ഭീമന് വിഷ്ണുവിനോട് വിരോധം തോന്നുകയും ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വിഷ്ണുവിനേക്കാൾ ബലം നേടുകയും അങ്ങനെ സകല ലോകത്തിലെയും യജ്ഞാദികളെ നശിപ്പിച്ച ദേവന്മാരുടെ ചൈതന്യം കുറയും, അതിലൂടെ വിഷ്ണുവിന്റെ ബലം കുറയും. അങ്ങനെ വിഷ്ണുവിനെ നശിപ്പിക്കാം എന്ന ചിന്തയോടുകൂടി ഈ അസുരൻ സകല ലോകത്തിനുമുള്ളതായ ഋഷ്യാശ്രമങ്ങളെയും തീവച്ച് നശിപ്പിക്കുകയും യജ്ഞവാടങ്ങളൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പതിനായിരക്കണക്കിന് സൈന്യങ്ങളുമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഈ ഭീമാസുരൻ കാമരൂപ രാജ്യത്തിലും അവിടെ രാജാവ് സുദക്ഷിണൻ എന്ന പേരുള്ളതായ ഒരു ഭക്തനായി. ഈ രാജ്യത്തെ പിടിച്ചടക്കുകയും സുദക്ഷിണനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ചങ്ങലയാൽ ബന്ധിച്ചു. സുദക്ഷിണനാകട്ടെ അവിടെ വെച്ച് ആ കാരാഗ്രഹത്തിൽ വെച്ച് തന്നെ അവിടെയുള്ള പൊടിമണ്ണൊക്കെ എടുത്ത് ഒരു ശിവലിംഗം ഉണ്ടാക്കി ഭഗവാനെ പൂജിച്ചു. ഈ സമയത്ത് ഭീമൻ ഈ രാജാവിനെ വധിക്കുന്നതിന് വേണ്ടി അവിടെ, അതിന് കാരണം ഈ രാജാവ് കാരാഗ്രഹത്തിൽ വസിക്കുമ്പോൾ അവിടെ കാവൽ നിന്നിരുന്ന ഭൃത്യന്മാര് രാജാവിന്റെ പൂജയൊക്കെ കണ്ടിട്ട് ഭീമാസുരനോട് പറഞ്ഞു, രാജാവ് എന്തോ ആഭിചാരം ചെയ്യുന്നു, അങ്ങയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആഭിചാരമാണ് എന്ന് പറഞ്ഞപ്പോൾ ഭീമാസുരൻ ചോദിച്ചു, നീ എന്താ ചെയ്യണം? രാജാവ് സത്യം പറഞ്ഞു, ഞാൻ സാക്ഷാൽ മഹാദേവനെ പൂജിക്കുകയാണ്. ആരാ നിന്റെ മഹാദേവൻ? ഞാൻ ലോകത്തെ മുഴുവൻ ജയിച്ചവനാണ്, വിഷ്ണുവിനെ കൂടെ ജയിച്ചവനാണ്. നിന്റെ ശങ്കരന് എന്ത് ചെയ്യാൻ സാധിക്കും? നിന്നെ ഇപ്പൊ വധിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് ആദ്യം ആ ശിരസിൽ തന്നെ വാളോങ്ങി. അപ്പോഴേക്കും അവിടെ ഭഗവാൻ ഭീമേശ്വര സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഭീമനെ വധിച്ചു. ഭീമൻ എന്ന ആ അസുരനെ വധിച്ചു. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ജ്യോതിർലിംഗമാണ് ഭീമേശ്വര ജ്യോതിർലിംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഈ ഭീമേശ്വര ജ്യോതിർലിംഗം ഉള്ളത്. സഹ്യാദ്രി ഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഏഴാമത്തേത് കാശി വിശ്വേശ്വര ജ്യോതിർലിംഗമാണ്. ആ കഥ നമ്മൾ പല രീതിയിലുള്ള കഥകൾ പറഞ്ഞു. കാശി മുതൽ നശിച്ചു പോകുന്ന കഥയും പിന്നീട് അത് പുനർജീവിപ്പിക്കുന്ന കഥയും ഒക്കെ നമ്മൾ പറഞ്ഞു. ഭഗവാന് കൈലാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട വിഹാരസ്ഥാനമാണ് കാശി എന്നാണ് വിശ്വസിക്കുന്നത്. ഈ കാശിയിൽ തന്നെ സാക്ഷാൽ വേദവ്യാസനെ പരീക്ഷിച്ച ഒരു കഥ സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. വേദവ്യാസൻ കാശിയിലെത്തി
വേദവ്യാസന് പുരാണങ്ങളൊക്കെ എഴുതി മഹാഭാരതമൊക്കെ എഴുതി കഴിഞ്ഞ് കാലം കുറെ കഴിഞ്ഞപ്പോൾ, ഇനി വരാൻ പോകുന്ന കാലമാണ് കേട്ടോ, ഇപ്പൊ നടന്നു കഴിഞ്ഞ കാര്യമല്ല, ഇനി വരാൻ പോകുന്ന ഒരു കാര്യം പറയുകയാണ്. ഈ കാശിയിലെത്തിയപ്പോൾ വ്യാസൻ വിഷ്ണു മാത്രമേ ഉള്ളൂ എന്ന് തൻ്റെ ശിഷ്യന്മാരോടും എല്ലാവരോടും ഒക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഋഷീശ്വരന്മാരൊക്കെ പറഞ്ഞു, അങ്ങ് ഈ പറയണത് ശരിയല്ല, വിഷ്ണു മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങേന്തിനാ 18 പുരാണം എഴുതുന്നത്? എല്ലാ പുരാണത്തിലും എല്ലാ ദേവന്മാരെ കുറിച്ചും പറയുന്നില്ല, ഈ പറയുന്നതൊക്കെ കാശിയിൽ എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. വ്യാസൻ കാശിയിൽ പോയിരുന്ന് ഹരിനാമം മാത്രം പറഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വ്യാസന് കുറച്ച് അഹം ഉണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോൾ വ്യാസനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ സാക്ഷാത് ഭഗവാൻ, വ്യാസൻ ഭിക്ഷയാചിച്ചാണ് ജീവിക്കുന്നത്, അവിടെയുള്ള ഗൃഹങ്ങളിലൊക്കെ ഭിക്ഷയൊക്കെ മുടക്കി മായമുണ്ട്. ഭിക്ഷ കിട്ടാതായപ്പോൾ വ്യാസന് ദേഷ്യം വന്നു. 2-3 ദിവസം കഴിഞ്ഞ് വിശന്ന് ദേഷ്യം വന്ന വ്യാസൻ തന്റെ ഭിക്ഷാപാത്രങ്ങളോട് വലിച്ചെറിഞ്ഞ് കാശിയെ ശപിച്ചു അത്രേ. ഇവിടെ ആരും കുറെ കാലം കഴിഞ്ഞ് ഇവിടെ സമ്പത്തും ധനവും ഇല്ലാതായി പോകട്ടെ എന്ന് ശപിച്ചു. ശപിക്കലൊക്കെ കഴിഞ്ഞ് വ്യാസൻ ദുഃഖത്തോടു കൂടി മടങ്ങി വരികയാണ്. നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഒരു സ്ത്രീ ഒരു ഗൃഹത്തിൽ ഇരുന്ന് ഇവിടെ അത്താഴക്കാര് ആരെങ്കിലും ഉണ്ടോ, പട്ടിണിക്കാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. വ്യാസന് സന്തോഷമായി, ഒരു സ്ഥലത്തേക്ക് ഒരു ഭക്ഷണം കിട്ടുന്നു. വ്യാസൻ ഒന്നിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഇന്ന് എൻ്റെ അടുത്ത് ആരും ഭക്ഷണം കഴിക്കാൻ വന്നില്ല, അങ്ങ് വന്നതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ വ്യാസം പറഞ്ഞു, എനിക്ക് ഞാൻ മാത്രമല്ല, എനിക്ക് എൻ്റെ ഭിക്ഷ കൊണ്ട് കഴിയുന്ന എൻ്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്, എല്ലാവർക്കും ഭക്ഷണം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അതിനാവാം, എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അദ്ദേഹത്തിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ എനിക്ക് അതും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോ വ്യാസൻ അത്ഭുതമായി. വ്യാസൻ അപ്പോ അവരെ തൊഴുതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതായ ഈ ശുശ്രൂഷ തന്നെ ഏറ്റവും മഹത്തരമായിരിക്കുന്ന യജ്ഞമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭർത്താവ്, വയസ്സായി ഇങ്ങനെ കിടക്കുന്ന ആ ഭർത്താവ് പതുക്കെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് വ്യാസനോട് ചോദിച്ചു, ഈ കാശിയെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു. കാശിയെ കുറിച്ച് വ്യാസൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മുക്തിസ്ഥാനമാണ്. അപ്പൊ ഈ വയസ്സായ ആള് ചോദിച്ചു, ഈ കാശിയിൽ വന്നിട്ട് അവനവന് ഭാഗ്യമില്ലാത്തത് കൊണ്ട് വല്ല കാലക്കേടും സംഭവിച്ചാൽ, അങ്ങനെ കാലക്കേട് സംഭവിച്ച ഒരാൾ ഈ കാശിയെ ശപിച്ചാൽ അത് സഫലമാവും, ആ ശാപം കാശി കേൾക്കുമോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോ വ്യാസൻ മനസ്സിലായി, ഇത് തനിക്കുള്ള കാര്യം തന്നെയാണ്. കാരണം ഭാഗ്യക്കേട് കൊണ്ട് ഈ പുണ്യതീർത്ഥങ്ങളിലൊക്കെ വന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് വിചാരിച്ചത് പുണ്യതീർത്ഥത്തിന്റെ കുഴപ്പമായിട്ട് കാണണ്ടായെന്ന് തന്നെയാണ് ഈ കഥ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. പലരും പറയാറില്ല, അമ്പലത്തിൽ തൊഴാൻ പോയതാണ് അല്ലേ, തൊഴാൻ പോയ സ്ഥലത്ത് വെച്ച് തന്നെ അപകടം സംഭവിച്ചു, പിന്നെ എന്താണ് ആ തീർത്ഥത്തിന്റെ മഹിമ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട്. അവരോട് പറയുന്നത്, തീർത്ഥത്തിൽ എത്തിച്ചേർന്നു എന്ന് വിചാരിച്ച് അവർക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങളോ എന്തെങ്കിലും രോഗാദികളോ ഒക്കെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാലക്കേട് എന്നേ പറയാൻ പറ്റൂ. കാരണം എത്രയോ ആളുകൾ അവിടെ വന്ന് ശാശ്വതമായ സുഖം അനുഭവിക്കുന്നവരും മുക്തി നേടുന്നവരും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും സംഭവിക്കുന്നത് അവരവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരത് വെച്ച് ആ തീർത്ഥസ്ഥാനത്തെ ശപിച്ചത് കൊണ്ട് അത് പരിഹരിക്കില്ല. വ്യാസന്റെ ശാപം പോലും അവിടെ എട്ടുകയില്ല. എന്തായാലും അങ്ങേക്ക് മനസ്സിന് ഇങ്ങനെ ഒരു അപക്വമായ ചിന്ത തോന്നിയത് കൊണ്ട് അങ്ങ് ഈ കാശിയിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അത് സാക്ഷാത് പരമേശ്വരനും പാർവതിയായിരുന്നു. അപ്പൊ വേഗം വ്യാസൻ പാർവതിയെ കാൽക്കൽ വീണ് ശാപമോക്ഷത്തിന് യാചിച്ചു. അപ്പൊ പാർവതി പറഞ്ഞു, ശരി, വ്യാസൻ ആവശ്യപ്പെട്ടത് എനിക്ക് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഭഗവാനെ ഭജിക്കാനുള്ള അവസരം തരണമെന്നാണ്. അങ്ങനെ അനുഗ്രഹം കൊടുത്തു. അപ്പൊ വ്യാസൻ പോലും കാശിയിൽ നിഷ്കാസിതനായി ഈ പറഞ്ഞ കലിയുടെ ദോഷം കൊണ്ട് എന്നാണ് അത് വരാൻ പോകുന്ന കാലത്തെ സൂചിപ്പിക്കുന്ന കഥയായിട്ടാണ് പറയുന്നത്. അപ്പൊ കാശിയുടെ മാഹാത്മ്യം ഇങ്ങനെ വിശദീകരിച്ചു. പ്രകൃതി സമേതനായി വർദ്ധിക്കുന്നതായ കാശി ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരേ ഒരു സന്ദേശം, ജ്ഞാനിയും ഭക്തനും മോക്ഷത്തിന് അർഹരാണ് എന്നുള്ളത്. അറിവുണ്ടായ മാത്രം മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് ചില ആളുകൾ നടക്കുന്നുണ്ട്. അവരോട് കാശി വിളിച്ചു പറയുന്ന അറിവ് മാത്രമല്ല മോക്ഷത്തിന് കാരണമായി തീരുന്നത് ഭക്തിയും മോക്ഷത്തിന് കാരണമാണ്. ഒരറിവില്ലെങ്കിൽ ഭക്തി ഉണ്ടായാൽ മതി, മോക്ഷം കിട്ടും എന്ന സന്ദേശം കാശി വിളിച്ചു കൊണ്ടുവന്നു. ഇനിയുള്ളത് 8ാമത്തേത് ത്രംബകേശ്വരൻ. ആ കഥയും നമ്മൾ കേട്ടതാണ്. പണ്ട് ഗൗതമന്റെ കഥ. ഗൗതമന്റെ ആശ്രമത്തിന് മാത്രം ഗംഗാദേവി അവതരിച്ചതും ആ ഗൗതമന്റെ അനുഗ്രഹത്താൽ ആഗ്രഹത്താലാണ് ത്രംബകേശ്വരനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ത്രംബകേശ്വര ലിംഗം എന്ന പേരിൽ അത് അറിയപ്പെട്ടത്.
ഈ ത്രംബകേശ്വര ലിംഗം നിലനിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗായത്രി അനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രസിദ്ധി കേട്ട സ്ഥാനമാണ്. ഇവിടെ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. പിന്നീട് പറയുന്നത് വൈദ്യനാഥ ജ്യോതിർലിംഗമാണ്. ഈ വൈദ്യനാഥ ജ്യോതിർലിംഗം എന്ന് പറയുന്നത് രാവണന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ലിംഗമായിട്ടാണ്. സത്യത്തിൽ അങ്ങനെയല്ല. രാവണൻ ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശിരസ് തന്നെ അറുത്ത് ഭൂമിച്ചു. അപ്പൊ ഭഗവാൻ നിർത്തിയില്ലാതെ പ്രത്യക്ഷപ്പെട്ടു. രാക്ഷസനാണെങ്കിലും ഇങ്ങനെ ആഭിചാരമൊക്കെ ചെയ്ത് സ്വയം നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവൻ തന്നെ അപകടം. ഒരു ദേവൻ എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശത്തെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു വൈദ്യനെ പോലെ ഈ അറുത്ത് മാറ്റിയ തലകളൊക്കെ ചേർത്ത് വെച്ച് ശുശ്രൂഷിച്ചു. അതുകൊണ്ടാണ് വൈദ്യനാഥലിംഗം എന്ന പേര് അതിന് വന്നു ചേർന്നത്. എന്താ വേണ്ട ചോദിച്ചപ്പോൾ രാവണൻ പറഞ്ഞു, ഈ ലിംഗം അങ്ങ് ഈ ലിംഗസ്വരൂപത്തിലൂടെ അവതരിക്കുന്ന ഈ ലിംഗം ഞാൻ കൊണ്ടുപോവുക, എനിക്ക് ലങ്കയിൽ കൊണ്ടുപോയിട്ട് ഇത് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. നിവൃത്തിയൊന്നുമില്ല. ഭഗവാൻ പറഞ്ഞു കൊണ്ടപ്പോളാ പറഞ്ഞു, പോകുമ്പോൾ താഴത്ത് വെക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. രാവണൻ പോണ വഴിക്ക് മഹാദേവൻ ഒന്ന് ചിരിച്ചു, ഗണപതിയെ നോക്കി. ഗണപതി പിന്നാലെ പോയി. രാവണനെ പിന്തുടർന്ന അദൃശ്യരൂപത്തിൽ സമുദ്രത്തിന്റെ തീരത്തെത്തിയപ്പോൾ സന്ധ്യാവതനത്തിന്റെ സമയമായി. അപ്പൊ ഈ ഗണപതിയുടെ ആട്ടിടയന്റെ രൂപത്തിൽ അവിടെ സമുദ്രതീരത്ത് നിന്നു. രാവണൻ വേഗം ഈ ശിവലിംഗം താഴ്ത്തു വെക്കാൻ പാടില്ല, എന്നാൽ സന്ധ്യാവന്തരം മുടങ്ങരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ശിവലിംഗം പിടിക്കാനായിട്ട് ഈ ഇടയനോട് പറഞ്ഞു. ഇടയൻ പറഞ്ഞു, അതിനിപ്പോ എന്താ ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. രാവണൻ ഈ ശിവലിംഗം വൈദ്യനാഥലിംഗം ഈ ഗണപതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് രാവണൻ സമുദ്രത്തിലേക്ക് കുളിക്കാനായിട്ട് പോയി. ഈ ഇടയൻ എന്ത് ചെയ്തു? അത് താഴ്ത്തു വെച്ച് ഒറ്റപ്പെട്ടു. രാവണൻ തിരിച്ചു വന്നപ്പോൾ ഈ ലിംഗം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോ വൈദ്യനാഥലിംഗം പ്രതിഷ്ഠിച്ചതാരാ? രാവണനാണ്. അല്ല, ഇടയ രൂപത്തിൽ ഗണപതിയല്ലേ. ഈ വിശേഷമായിരിക്കുന്നതായ ലിംഗം അവിടെ സ്ഥാപിച്ച് അത് ഈ ലിംഗസ്വരൂപത്തിൽ അതിന് ചൈതന്യം വന്നു ചേർന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ നാരദൻ ശിവന്റെ അരികത്ത് വന്നു. ഈ ശിവൻ പ്രസാദിച്ചു, ശിവലിംഗം കൊണ്ടുപോയി. അത് ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒക്കെ ശരിയാണെങ്കിലും ശിവന്റെ പ്രസാദം രാവണന് ഉണ്ടല്ലോ എന്നുള്ളത് ദേവന്മാർക്ക് വലിയ വിഷമായി. രാവണനെ കീഴ്പ്പെടുത്താൻ അവനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഈ രാവണനിൽ ശിവകോപം ഉണ്ടാവണം. അതിനെന്താ വഴിയെന്ന് ആലോചിച്ച് നാരദനെ പറഞ്ഞു. അപ്പോഴാണ് നാരദൻ ചെന്ന് രാവണന്റെ അടുത്ത് ചോദിച്ചു, എന്താ രാവണ വിശേഷങ്ങള്? നീ തപസ് ചെയ്തതൊക്കെ കേട്ടു, എന്നിട്ട് വല്ലതും പ്രസാദിച്ചു, വല്ല ദേവതകളും പ്രസാദിച്ചു എന്ന് ചോദിച്ചപ്പോൾ രാവണൻ, എന്റെ മുമ്പിലെ മഹാദേവൻ പ്രസാദിച്ചു, ഇനി എനിക്കൊന്നും വേണ്ട ഈ ലോകത്തിന്. അപ്പോ നാരദൻ പറഞ്ഞു, അതിപ്പോ എങ്ങനെ വിശ്വസിക്കുക? മഹാദേവൻ പ്രസാദിച്ചു വിശ്വസിക്കണമെങ്കിൽ നിനക്ക് അതിനുള്ള ബലം കിട്ടി എന്ന് നിനക്ക് ലോകത്തിനെ ബോധിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും നീ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാൻ? നിനക്ക് കൈലാസ പർവ്വതത്തെ എടുത്ത് ഉയർത്താൻ പറ്റിയെന്ന് നോക്കുന്നു. രാവണൻ പോയി കൈലാസ പർവ്വതത്തെ എടുത്ത് ഉയർത്തുന്ന സമയത്ത് കൈലാസ പർവ്വതം ആകെ ആടി ഇളകി ഭൂതങ്ങളൊക്കെ നിലവിളിച്ചപ്പോൾ മഹാദേവൻ ആ രാവണന്റെ അഹങ്കാരമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് രാവണനെ ശപിച്ചു. നീയും നിന്റെ കുലം മുഴുവൻ മുടിഞ്ഞു പോകും, നിന്റെ ബലം അതിനെ മുഴുവൻ നശിപ്പിക്കാൻ സാക്ഷാൽ നാരായണൻ തന്നെ അവതരിക്കും എന്ന ശിവകോപം രാവണന് പിടിപെട്ടു എന്നാണ് ഈ കഥ പൂർണ്ണമായി പറയുന്നത്, വിശദീകരിക്കുന്നത്. ഈ വൈദ്യനാഥ ജ്യോതിർലിംഗം ഝാർഖണ്ഡിലാണ് നിലനിൽക്കുന്നത്. ദിയോഗർ എന്ന് പറയുന്നതായ സ്ഥലമാണ് എന്ന് പറയുന്നത്. ഇനി 10ാമത്തേത് നാഗേശ്വര ലിംഗമാണ്. ദാരുക എന്ന് പേരുള്ളതായ ഒരു രാക്ഷസിയോട് പാർവതീദേവിക്കുള്ളതായ അകൈതവമായിരിക്കുന്ന സ്നേഹം, അതിന്റെ പ്രതീകമായിട്ടാണ് ഈ നാഗേശ്വര ലിംഗം ആവിർഭവിച്ചത് എന്നാണ് കഥ. ഔർവൻ എന്ന് പേരുള്ളതായ ഒരു ഋഷീശ്വരൻ, ഈ ശിവഭക്തനാണ് അദ്ദേഹം. അസുരന്മാരുടെ ശല്യം കൊണ്ട് ദേവന്മാരെ ഈ ഋഷീശ്വരന്മാരെ ആശ്രയിച്ചു. സകല ഋഷീശ്വരന്മാരും ഈ അസുരന്മാര് വന്ന് യജ്ഞഭൂമികളെ നശിപ്പിക്കുന്നത് കണ്ട് ഔവനെ ശരണം പ്രാപിച്ചപ്പോൾ ഔവൻ ശപിച്ചതാണ് അസുരന്മാര് പരസ്പരം ശത്രുക്കളായി തീരട്ടെ. അന്ന് മുതൽ അസുരന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ദാരുകൻ എന്ന് പേരുള്ളതായ രാക്ഷസനും ദാരുക എന്ന് പേരുള്ള രാക്ഷസിയും കൂടി ഈ അസുരന്മാരെയൊക്കെ ഏകോപിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അവരെയൊക്കെ കൊണ്ടുപോയി സ്ഥലത്ത് പാർപ്പിച്ചു. ദാരുക വനത്തിൽ ഈ ദാരുകയ്ക്ക് പാർവതീദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ അസുരന്മാരെയൊക്കെ ഒരുമിച്ച് നിർത്താൻ സാധിച്ചു. അവിടെ നിന്ന് ആ കടലിലൂടെ വരുന്ന കപ്പലൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ കപ്പൽ കൊള്ളയടിക്കുന്ന സമയത്ത് സുപ്രിയൻ എന്ന പേരുള്ളതായ ഒരു വൈശ്യൻ
ഈ വൈശ്യന്റെ കപ്പല് ഇതിന് പുറകെ സുപ്രിയനെ പിടിച്ച് തടവറയിൽ. ഈ തടവറയിൽ കിടക്കുന്ന സുപ്രിയനാകട്ടെ നൃത്തം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നൃത്തം ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് ദാരുകനെ വധിച്ചു. അപ്പൊ ദാരുക രാക്ഷസി ദുർഗയെ ധ്യാനിച്ചു. പാർവതി ദേവിയോട് പറഞ്ഞു, എൻ്റെ ഈ അസുരന്മാരുടെ മുഴുവൻ നാഥനായിരിക്കുന്ന ദാരുകനെയാണ് വധിച്ചിരിക്കുന്നത്, ഇതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പാർവതി ദേവിക്ക് ദേഷ്യം വന്നു. പാർവതി ദേവി നേരെ ശിവനുമായിട്ട് യുദ്ധം ചെയ്യണം. ശിവനും പാർവതിയും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ദേവന്മാരൊക്കെ പേടിച്ചു കളിച്ചു. അവസാനം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ രണ്ടുപേരും ശാന്തമായപ്പോൾ ശിവൻ ചോദിച്ചു, പാർവതി ദേവി നിനക്ക് എന്താ വരം വേണ്ടി? പാർവതി പറഞ്ഞു, ദാരുക എനിക്കൊരു മകളെ പോലെയാണ്, എനിക്ക് ഒരൊറ്റ വരം തന്നാൽ മതി. ദാരുക സന്തതി പരമ്പരകളോടൊപ്പം ഈ വനത്തിൽ വസിക്കണം, അവിടെ നിന്ന് മറ്റാർക്കും ഒരു ദോഷം ഉണ്ടാവില്ല എന്ന് ഞാനിതാ വാക്ക് തരുന്നു. പാർവതി ദേവി പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഞാൻ അസുരന്മാരെ സംഹരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തത്. അപ്പൊ പാർവതി പറഞ്ഞു, അത് യുഗാന്ത്യത്തിൽ സംഭരിച്ചു കൂടി, അതുവരെ അവരിവിടെ പാർക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അനുഗ്രഹത്തോടുകൂടി ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദാരുക വരുന്നു. ഈ ദാരുക വംശത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. അവിടെയാണ് വീരസേന രാജാവ് ഈ വനത്തിൽ വന്ന് ഈ ദാരുക രാക്ഷസിക്കും അവരുടെ വംശത്തിനും അനുഗ്രഹം കൊടുത്ത് പ്രത്യക്ഷപ്പെട്ട ശിവലിംഗം കണ്ടെത്തുകയും ആ ചൈതന്യം മനസ്സിലാക്കി വീരസേന മഹാരാജാവോട് ക്ഷേത്രം പണിയുകയും ചെയ്തു. അതാണ് നാഗേശ്വര ജ്യോതിർലിംഗം. ഈ നാഗേശ്വര ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ദ്വാരകയ്ക്ക് സമീപമാണ് എന്നാണ് പറയുന്നത്. ഇനി രാമേശ്വരം നമുക്ക് എല്ലാവർക്കും അറിയാം, സാക്ഷാത് ശ്രീരാമദേവൻ ഭഗവാനെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് സമുദ്രതീരത്ത്. അത് പറയുന്ന കഥ വളരെ ചുരുക്കിയതാണ്. രാമൻ സീതാവിരഹൃക്കാർത്തനായി കഴിയുന്ന കാലം കിഷ്കിന്ധാ രാജാവായ സുഗ്രീവനുമായിട്ട് സന്ധി ചെയ്ത് വസിക്കുന്ന കാലത്ത് അവിടെ വെച്ച് ശ്രീരാമൻ വല്ലാത്ത ദാഹം തോന്നി. അപ്പൊ ബാലകന്മാരെല്ലാവരും കൂടി പല ദിക്കുകളിൽ നിന്നും ശുദ്ധജലം, പുണ്യ തീർത്ഥജലങ്ങളൊക്കെ കൊണ്ടുവന്നു. ഈ ജലം കുടിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ സാക്ഷാൽ മഹാദേവനെ പൂജ ചെയ്തിട്ടാവാം എന്ന് തീരുമാനിക്കുന്ന ഒരു പാർത്ഥിവലിംഗം ഉണ്ടാക്കി മഹാദേവനെ പൂജിച്ചു. ആ വെള്ളം ഭഗവാനെ അഭിഷേകം ചെയ്ത് അത് തീർത്ഥമായി. അങ്ങനെ ഭഗവാൻ ശ്രീരാമന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം കൊടുത്തു. ആ സമുദ്രതീരത്ത് ഭഗവാന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട രൂപമാണ് രാമേശ്വരം. രാമേശ്വരം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി വളരെ വിശേഷപ്പെട്ടതായ ഖുശ്മേശ്വരം എന്ന ജ്യോതിർലിംഗം, 12ാമത്തെ ജ്യോതിർലിംഗം. ഈ ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹയ്ക്കടുത്താണ്. എല്ലോറ ഗുഹ വളരെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 1-ാം നൂറ്റാണ്ടിലൊക്കെ ചിത്രങ്ങളൊക്കെ ഈ എല്ലോറ ഗുഹയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിവിശേഷമായി ഇരിക്കുന്ന ഈ ഖുശ്മേശ്വരത്തിന്റെ കഥ ഒരല്പം ദൈർഘ്യമേറിയ കഥയാണ്. എങ്കിലും അത് ചുരുക്കി പറയാം. കുശ്മ എന്ന് പറയുന്നതായ ഒരു ഭക്തയുടെ കഥയാണ്. സുധർമ്മ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണന് സുദേഹ എന്ന പേരുള്ള ഒരു പത്നി ഉണ്ടായിരുന്നു. അവർക്ക് സന്തതികളൊന്നും ഉണ്ടായില്ല. വളരെ വിഷമിച്ചപ്പോൾ നാട്ടുകാരുടെ കുടുംബക്കാരുടെയൊക്കെ ഈ കളിയാക്കല് സഹിക്കവയ്യാതായപ്പോൾ സുദേഹ വേഗം തൻ്റെ അനുജത്തിയായ കുശ്മയെ വിവാഹം കഴിക്കാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. അത് വളരെ അപകടമൊക്കെയാണ്, കുടുംബത്തിന് വഴക്കൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞതൊന്നും കേൾക്കാതെ നിർബന്ധിച്ചപ്പോൾ കുശ്മയെ വിവാഹം കഴിച്ചു നിർത്തിയില്ല. ഭാര്യയുടെ അനുജത്തെ വിവാഹം കഴിഞ്ഞ് യഥാകാലം എത്തിയപ്പോൾ അനുജത്തിയിൽ ഒരു മകനുണ്ടായി. അതോടുകൂടി ഈ സുദേഹയ്ക്ക് തൻ്റെ അനുജത്തിയോട് അസൂയയായി. സുദേഹയുടെ മനസ്സിൽ അനുജത്തിയോടുള്ള ശത്രുത വളർന്നു. അനുജത്തിക്കുണ്ടായ മകനോടും ശത്രുത വളർന്നു. ഈ മകൻ വളർന്നു വലുതായപ്പോൾ അവന്റെ വിവാഹം വിധിപ്രകാരം നടത്തി. വധൂവരന്മാരെ വിവാഹം കഴിഞ്ഞ് നമസ്കരിച്ചത് ഈ കുശ്മയുടെ കാലിൽ നമസ്കരിച്ചത് ഒട്ടും സുദേഹയ്ക്ക് മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. കുശ്മയാണെങ്കിലോ എല്ലാ ദിവസവും പാർത്ഥിവ ശിവലിംഗം ഉണ്ടാക്കി അത് പൂജ ചെയ്ത് ആ പൂജാ നിർമാല്യങ്ങളൊക്കെ തൊട്ടടുത്തതായ നദിയിൽ കൊണ്ടുപോയി, തടാകത്തിൽ കൊണ്ടുപോയി കളയുന്നു, നിമജ്ജനം ചെയ്യുന്നത്. ആ പാർത്ഥിവ ലിംഗവും നിമജ്ജനം ചെയ്യും. പൂജ ചെയ്ത മണ്ണുകൊണ്ടുള്ള ലിംഗം പൂജ കഴിഞ്ഞ് ആവാഹനം കഴിഞ്ഞ് തിരിച്ച് നിമജ്ജനം ചെയ്യുക എന്ന പതിവുണ്ടായി. അന്ന് രാത്രി ഈ കുശ്മയുടെ പുത്രൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുലേഖ ക്ഷുരികയാൽ ആ കുശ്മയുടെ പുത്രനെ വധിച്ച് ശരീരം മുഴുവൻ വെട്ടി നുറുക്കി ഈ പാർത്ഥിവ ശിവലിംഗം നിമജ്ജനം ചെയ്യുന്ന തടാകത്തിൽ കൊണ്ടുപോയി.
കാലത്ത് എഴുന്നേറ്റപ്പോൾ പുത്രവധു കണ്ടത് ചോര നിറഞ്ഞു കിടക്കുന്ന ശയ്യയാണ്. തന്റെ ഭർത്താവിനെ ആരോ വധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവൾ നിലവിളിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടിട്ട് ഭുഷ്മ യാതൊരു ഭാവ്യത്യാസമില്ലാതെ അന്നത്തെ പൂജ കഴിഞ്ഞാൽ പാർത്ഥിവലിംഗത്തെ തടാകത്തിൽ ഒഴുക്കാനായിട്ട് കൊണ്ടുപോയി. ആ സമയത്ത് തടാകത്തിൽ അവരുടെ മകൻ സുപ്രിയൻ അവിടെ സാധാരണ പോലെ നിൽക്കുന്നുണ്ട്. അമ്മയെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ വരും. എന്നിട്ട് അവൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സുദേഹ വധിച്ചതും ഇവിടെ കൊണ്ടിട്ടത് പാർത്ഥിവലിംഗ പൂജയാൽ പവിത്രമായിരിക്കുന്ന ഈ നദിയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് പുനർജന്മം ഉണ്ടായിരുന്നു എന്നും സുപ്രിയൻ പറയുന്നു. ഇതൊക്കെ കേട്ട് സുദേഹയ്ക്ക് വല്ലാതെ പശ്ചാത്താപം ഉണ്ടാകും. പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നു ഭുഷ്മയുടെ മുമ്പിൽ. സുദേഹയെ വധിക്കാം, ഈ തൃശൂലത്തിൽ ഞാൻ അവളെ കോർത്തിടുമെന്ന് പരമശിവൻ പറഞ്ഞപ്പോൾ സുദേഹ ഈ ഭുഷ്മ പറയുന്നത് അവളുടേതായിരിക്കുന്ന മാനസികമായിരിക്കുന്ന ചാപല്യം കൊണ്ട് ഉണ്ടായതല്ലേ ഇതൊക്കെ, പൊറുക്കണം, അവളുടെ മനസ്സ് ശുദ്ധമാക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഭുഷ്മയുടെ മുമ്പിൽ പ്രത്യക്ഷ